ഇന്നത്തെ നമ്മുടെ ഈ ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചർച്ച തുടങ്ങുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ശരി, നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. എന്റെ പ്രിയ കൂട്ടുകാരൻ, സുന്നത്ത് ജമാഅത്തിന്റെ കാര്യങ്ങളിൽ അൽഹംദുലില്ലാഹ് സജീവമായി അവിടുത്തെ സമയങ്ങൾ ദീനിന് വേണ്ടി ചെലവഴിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് മുഅ്മിനാത്തുകളോട് ഓർമ്മപ്പെടുത്തുന്നു, നമ്മളാൽ കഴിയുന്ന ഒരു ചെറിയ സഹായം അക്കൗണ്ടിലേക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കണം. നിങ്ങൾ നൽകുന്ന സ്വാലിഹായ സ്വതക്ക അള്ളാഹു നാളെ ദുനിയാവിലും ആഖിറത്തിലും വലിയ ഫലമുള്ള സ്വതക്കയായി അള്ളാഹു കബൂൽ ചെയ്യട്ടെ. ഏകദേശം സമയം ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഈസാ നബി അലൈഹി സ്വലാമിന്റെ വരവിനോടനുബന്ധിച്ച് അതിന്റെ തൊട്ടു മുമ്പായി ബഹുമാനപ്പെട്ട ഇമാം മഹദി റളിയല്ലാഹു അൻഹുവിന്റെ വരവുണ്ട്. മഹദി ഇമാം റളിയല്ലാഹു ഏതെങ്കിലും നാട്ടിൽ നിന്ന് ഇങ്ങനെ അങ്ങോട്ട് വരികയല്ല. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ദമസ്കസിലെ വെളുത്തൊരു മിനാരത്തിൽ മലക്കുകളുടെ ചിറകിന്റെ സംരക്ഷണത്തിലായി ഭൂമിയിൽ സുബ്ഹ് വാങ്ങ് കൊടുക്കുന്ന സമയമാകുമ്പോ താഴോട്ട് ഇങ്ങനെ ഇറങ്ങി വരും. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഭൂമിയിലേക്ക് താഴോട്ട് എത്തുന്ന സമയത്ത് ഇന്ന് നാം കേൾക്കുന്ന വളരെ ഭീതിതമായ രംഗങ്ങൾ കേൾക്കുന്ന മസ്ജിദുൽ അഖ്സ അന്ന് ശാന്തമാണ്. അന്ന് മസ്ജിദുൽ അഖ്സയിലെ ഇമാം മഹദി റളിയല്ലാഹു അൻഹു ആണ്. അവരാണ് മസ്ജിദുൽ അഖ്സയിൽ അന്ന് ഇമാമത്ത് നിൽക്കുന്നത്. ഇമാം മഹദി റളിയല്ലാഹു അൻഹു അഹ്ലു ബൈത്തിലെ ഒരു വലിയ മഹാനാണ്. ഒരു വലിയ ശൃംഖലക്ക് അവസാനം കുറിക്കുന്ന ഒരു മഹാനാണ് ഇമാം മഹദി റളിയല്ലാഹു അൻഹു. ഇമാം മഹദി റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇസ്മുഹു ഇസ്മി വസ്മു അബീഹി ഇസ്മു അബീ. ഇമാം മഹദി റളിയല്ലാഹു അൻഹുവിന്റെ നാമം എന്റെ നാമമാണ്. ഇമാം മഹദി റളിയല്ലാഹു അൻഹുവിന്റെ ഉപ്പയുടെ നാമം എന്റെ ഉപ്പയുടെ നാമമാണ്. അഥവാ മഹദി എന്ന് ജനങ്ങൾ വിളിക്കുന്ന ഒരു പ്രശംസയുടെ ഒരു പേരാണ്. ഒറിജിനൽ പേര് മുഹമ്മദ് എന്നാണ്. ഉപ്പയുടെ പേര് അബ്ദുല്ലാഹി എന്നാണ്. അഹ്ലു ബൈത്തിൽ പിറക്കുന്ന ആ വലിയൊരു മഹാൻ ലോകത്ത് പശ്ചിമേഷ്യയിൽ കെട്ടുപോയിക്കൊണ്ടിരിക്കുന്ന സമാധാനം മുഴുവനും പുനഃസ്ഥാപിക്കുകയും അവിടെ മർദ്ദിതരായി കഴിയുന്ന ജനവിഭാഗത്തിന് വലിയ താങ്ങും തണലുമായി വർത്തിച്ച് ഉപദേശ നിർദ്ദേശങ്ങൾ നൽകി നേതൃത്വം നൽകും. ആ നേതൃത്വത്തിന്റെ കീഴിൽ ജനങ്ങൾ സന്തോഷത്തോടെ കഴിയുമ്പോഴാണ് ബഹുമാനപ്പെട്ട ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം ഭൂമിയിലേക്ക് വരുന്നത്. വാങ്ക് വിളിച്ച ഉടനെ തന്നെ ഇമാം മഹദി റളിയല്ലാഹു അൻഹുവിനോട് വന്ന് പറയും, ഈസാ നബി അലൈഹി സ്വലാം വന്നിട്ടുണ്ട്, ദമസ്കസിൽ എത്തിയിട്ടുണ്ട്. ദിമഷ്കിൽ നിന്ന് നേരെ ആദ്യമായി മഹാനവറുകൾ കയറുന്ന പള്ളി മസ്ജിദുൽ അഖ്സയാണ്. സുബ്ഹി നിസ്കാരത്തിന് ആദ്യം ഭൂമിയിലെത്തുന്നു. സുബ്ഹി നിസ്കാരത്തിന് വേണ്ടി മസ്ജിദുൽ അഖ്സയിലേക്ക് പ്രവേശിക്കുമ്പോ ഇമാം മഹദി റളിയല്ലാഹു അൻഹുവും വിശ്വാസികളും വളരെ സന്തോഷത്തോടെ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ വരവേൽക്കും. ഇമാമത്ത് നിൽക്കാൻ വേണ്ടി, ഇമാമായി നിസ്കരിക്കാൻ വേണ്ടി അഭ്യർത്ഥിക്കും. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയും, വാങ്ക് വിളിച്ച സമയത്ത് ഞാൻ മുകളിൽ നിന്ന് താഴോട്ട് ഇറങ്ങി വരുന്നേ ഉള്ളൂ. ഭൂമിയിലല്ലേ വാങ്ക് വിളി നടന്നത്, അത് നിങ്ങളാണ് മുഴുവനായും അത് കേട്ടവർ. അതുകൊണ്ട് നിങ്ങൾ തന്നെ ഇമാമായി നിൽക്കണം. ഇമാം മഹദി റളിയല്ലാഹു അൻഹു ഇമാമായി നിന്ന് ഭൂമിയിൽ ആദ്യത്തെ സുബ്ഹി നിസ്കാരം ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം മസ്ജിദുൽ അഖ്സയിൽ മഅ്മൂമായി നിർവഹിക്കും. നേരെ പിറ്റേന്ന് തന്നെ ദജ്ജാൽ എന്ന് പറയുന്ന വലിയ കൊടിയ ഫിത്നക്കാരൻ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ഒരു കാഴ്ച കാണും. ദജ്ജാൽ ആദ്യം കാണുന്ന കാഴ്ചയിൽ തന്നെ അവന്റെ ശരീരം വിറവിറച്ചു പോകും. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമാണല്ലോ ദജ്ജാലിനെ വധിക്കുന്നത്. ചുമതലപ്പെടുത്തിയിരിക്കുന്നത് അല്ലാഹു മഹാനവറുകളെയാണ്. ദജ്ജാൽ ഇങ്ങനെ ഉരുകിയൊലിക്കുന്ന ഒരു സന്ദർഭം പോലെ ശരീരം വിറച്ചിട്ട് വിറവിറക്കുമ്പോ ദജ്ജാലിനോട് പറയും, നിനക്കുള്ള സമയം ആകുന്നേ ഉള്ളൂ, നിന്നെ പിടികൂടപ്പെടും, നിന്റെ കൂടെയുള്ള ശത്രുക്കളെ മുഴുവനും വധിക്കപ്പെടും. അന്നേറ്റവും കൂടുതൽ ദജ്ജാലിന്റെ കൂടെയുള്ള സഹായികൾ യഹൂദികളാണ്.
ഇന്ന് മുസ്ലിങ്ങളെ വേട്ടക്ക് ഉപയോഗിക്കുന്ന ജൂതന്മാരില്ലേ സഹോദരങ്ങളെ, അന്നവരേറ്റവും കൂടുതൽ ദജ്ജാലിന്റെ പിന്നണികളായി പ്രവർത്തിക്കും. ദജ്ജാലിന്റെ കൂടെ ലക്ഷക്കണക്കിന് യഹൂദികളുണ്ട്. ഹദീസിൽ കാണാം, ഓരോ ദിവസവും ലക്ഷക്കണക്കിന് ജൂതന്മാര് കൊല്ലപ്പെടും. ദജ്ജാലുമായുള്ള വലിയ പോരാട്ടത്തിൽ ആദ്യമായി ജൂതന്മാരുടെ എണ്ണം അത്രയും അധികം ഭൂമിയിൽ പിടഞ്ഞു വീഴുന്നത് ആദ്യമായിരിക്കും. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാർമ്മികത്വത്തിൽ ഭൂമിയിൽ അങ്ങനെ ഒരു സംഭവം അരങ്ങേറാനുണ്ട്. പിന്നീട് ദജ്ജാല് പല ഭാഗങ്ങളിലൂടെയും മസ്ജിദുൽ അഖ്സയിലേക്കും മസ്ജിദുൻ നബവിയിലേക്കും പലയിടങ്ങളിലേക്കും കടക്കാനുള്ള വഴികൾ അന്വേഷിക്കും. മസ്ജിദുൻ നബവിയുടെ പരിസരങ്ങളിലേക്ക് പോയി ഒന്ന് ഹറമിലേക്ക് കടക്കാൻ പറ്റുമെന്ന് അവൻ നോക്കും. കാരണം ഹറമിന്റെ ഉള്ളിലെത്തിയാൽ സുരക്ഷിതത്വമാണ്, ഹറമിന്റെ ഉള്ളിൽ നിർഭയമാണ്. പക്ഷേ ഹറമിലേക്ക് കടക്കാനുള്ള എല്ലാ വഴികളിലും മലക്കുകളുടെ സംഘത്തെ കാണാം. മലക്കുകൾ ഇങ്ങനെ കൂട്ടം കൂട്ടമായി നിൽക്കുന്നത് കാണുമ്പോ അങ്ങോട്ട് കടക്കാൻ കഴിയാതെ പിന്തിരിയും. ഭൂമിയിൽ 4 സ്ഥലങ്ങളിലേക്ക് നുഴഞ്ഞു കയറ്റം അവൻ നടത്തും. ഒന്ന് മസ്ജിദുൽ ഹറാമിലേക്കാണ്, മറ്റൊന്ന് മസ്ജിദുൻ നബവിയിലേക്കാണ്, വേറൊന്ന് മസ്ജിദ് തൂരിസീനയിലേക്കാണ്. തൂരിസീന പള്ളി. അവിടെ പോയി നോക്കുമ്പോ പള്ളിയൊന്നും കാണാനില്ല. തൂരിസീന കണ്ടവരുണ്ടതില് ആരുമില്ലേ? പിന്നെ എന്തിനാ പടച്ചോനെ ഈ പൈസ ഒക്കെ തന്ന് ഒന്ന് എടുത്തു വെച്ച് പോയിക്കൂടെ? ഇപ്പൊ ഈ പൊട്ടലും ചീറ്റലും കഴിഞ്ഞോട്ടെ, ഇനി പോയാൽ മതി. മറ്റേ നിങ്ങൾക്കും ഇവിടെ വൈകി തസ്കരിക്കേണ്ടി വരും. ഈ സംഘർഷാവസ്ഥ കഴിഞ്ഞോട്ടെ. തൂരിസീനയൊക്കെ കാണണം. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. പൊട്ടലൊക്കെ വരുന്നതിന് മുമ്പ് നമ്മൾ പോയി കണ്ടു. പക്ഷെ തൂരിസീനയിൽ ആ പറഞ്ഞ രീതിയിൽ പള്ളിയൊന്നും ഇപ്പൊ അവിടെ കാണാനില്ല. അവിടെ ഒരു ചർച്ചുണ്ട്. നേരത്തെ പള്ളിയായിരുന്നു എന്ന് പറയപ്പെടുന്നു. പക്ഷെ പിന്നീട് പള്ളിയായി വരാൻ സാധ്യതയുണ്ടാകും. ഈസാ നബി അലൈഹി സ്വലാമൊക്കെ വരുമ്പോ പരിവർത്തനങ്ങളല്ലേ പല ഭാഗത്തും വരിക. ആ തൂരിസീനയിലേക്ക് കയറുന്ന ഭാഗത്ത് ഇപ്പോഴും എഴുത്തുണ്ട്, അന്ന് കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം അവരോട് അള്ളാഹു കൊടുത്തൊരു നിർദ്ദേശമാണ്, ചെരുപ്പഴിച്ചു വെക്കണം. നിങ്ങൾ ഈ കയറാൻ പോകുന്ന താഴ്വര പരിശുദ്ധമായ താഴ്വരയാണ്. അത് ചെറിയൊരു താഴ്വരയല്ല. എന്താണ് ആ താഴ്വരക്കുള്ള ബഹുമാനം? കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം അള്ളാഹുമായി സംവദിച്ച താഴ്വരയാണ് തൂരിസീന. 70 ആളുകളെയും കൂട്ടി മൂസാ നബി അലൈഹിസ്സലാം അള്ളാഹുമായി മുനാജാത്ത് നടത്തിയ താഴ്വരയാണ് തൂരിസീന. അള്ളാഹുവിന്റെ കിതാബായ പരിശുദ്ധമായ തൗറ ഏറ്റുവാങ്ങിയത് തൂരിസീനയിൽ വെച്ചാണ്. റബ്ബിനെ കാണാൻ ആഗ്രഹം പ്രകടിപ്പിച്ച് നല്ല ബലത്തോടെ നിൽക്കാൻ പറഞ്ഞൊരു കേന്ദ്രവുമാണ് തൂരിസീന. ദുആഇന് ഉത്തരമുള്ള വലിയ ശ്രേഷ്ഠമായ ഒരു സ്ഥലമാണ് ഭൂമിയിലെ സ്ഥലം. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്രാഇന്റെ യാത്രയിൽ ഇറങ്ങി 2 റക്അത്ത് നിസ്കരിച്ച മണ്ണാണ് തൂരിസീന മണ്ണ്. 2 റക്അത്ത് ഇറങ്ങി നിസ്കരിക്കൂ നബിയെ. ബുറാഖിന്റെ മുകളിൽ നിന്ന് താഴെ ഇറങ്ങി 2 റക്അത്ത് നിസ്കരിച്ച 4 സ്ഥലങ്ങളുണ്ട്. അതിൽപ്പെട്ടൊരു സ്ഥലമാണ് തൂരിസീന. പവിത്രധന്യമായ തൂരിസീനയുടെ പള്ളിയിലേക്ക് നുഴഞ്ഞുകയറ്റം നടത്താൻ ദജ്ജാൽ ഉദ്ദേശിക്കും, പക്ഷേ കഴിയില്ല. അവസാനമായി മസ്ജിദുൽ അഖ്സയിലേക്കൊന്ന് കടക്കട്ടെ എന്ന് കരുതും. മസ്ജിദുൽ അഖ്സയുടെ പരിസരത്ത് ബാബുലുദ് എന്നൊരു സ്ഥലം ഇന്നും ഉണ്ട് സഹോദരങ്ങളെ. ബാബുലുദ് എന്ന സ്ഥലം നിങ്ങൾ പോയി നോക്കൂ, ആളുകൾ നിങ്ങൾക്ക് കാണിച്ചു തരും. ഇതാണ് ബാബുലുദ്. ബാബുലുദ്ദിൽ വെച്ചാണ് അവസാനം ദജ്ജാലിനെ ബഹുമാനപ്പെട്ട ഈസാ അലൈഹിസ്സലാം വേട്ടയാടി പിടിച്ചു കൊന്നുകളയുന്നത് ബാബുലുദ്ദിൽ വെച്ചാണ്. ആ ഈസാ നബി അലൈഹിസ്സലാം ഭൂമിയിലേക്ക് വരുന്നത് 7 വർഷം ഇവിടെ പ്രചാരണ പ്രവർത്തനം നടത്തുന്നത് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദീന് ഒന്നുകൂടി ശക്തിപ്പെടുത്താനാണ്. ഈസാ നബി അലൈഹിസ്സലാം മദീനത്ത് വരൂലേ? വരും. ഹദീസിൽ പറഞ്ഞല്ലോ, എന്റെ ഖബറിന്റെ സമീപത്ത് വന്ന് ഈസാ നബി അലൈഹിസ്സലാം എന്നെ ഒന്ന് വിളിച്ചാൽ ലഉജീബന്നഹു, ആ വിളിക്ക് ഞാൻ ഉത്തരം ചെയ്യുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്തെ ഖബർ ഷരീഫിന്റെ സമീപത്ത് വന്ന് അള്ളാഹുവിന്റെ റസൂലുമായി സംവദിക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിക്കുമ്പോ വിളിക്ക് ഞാൻ ഉത്തരം ചെയ്യുമെന്ന് കാലക്കൂട്ടി തങ്ങൾ പ്രവചിച്ചിട്ടുണ്ട്. ഈസാ നബി അലൈഹിസ്സലാം വന്ന് വിളിക്കും, സിയാറത്തിന് വരും. അവസാനം ഈസാ നബി അലൈഹിസ്സലാം വഫാത്തായി കിടക്കുന്നതും ഹുജ്റത്തു ഷരീഫയുടെ പരിസരത്താണ്. ഒന്ന് ഹുജ്റയിലേക്ക് സശ്രദ്ധം നോക്കൂ. ഒരൊറ്റ ഖബറിനുള്ള സ്ഥലം കൂടി അവിടെ ബാക്കി കാണാം. ശ്രദ്ധിച്ചു നോക്കൂ. പരിശുദ്ധമായ ഹുജ്റത്തു ഷരീഫയിലേക്ക് 3 വലിയ മഹാന്മാര് അന്ത്യവിശ്രമം കൊള്ളുന്നതിന്റെ തൊട്ടു ചാരേ ഒരൊറ്റ ഖബറിന് കൂടി സ്ഥലമുണ്ട്. അതൊരു രാജാവിനുമല്ല, ഒരു നേതാവിനുമല്ല, റൂഹുല്ലാഹി ഈസാ അലൈഹിസ്സലാം. അവരെ ഖബറടക്കപ്പെടുന്നത് ഹുജ്റത്തു ഷരീഫയിലാണ്. സഹോദരങ്ങളെ, അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായ ദീന് ശക്തിപ്പെടുത്താൻ വേണ്ടിയല്ലേ ഈസാ നബി അലൈഹിസ്സലാമിന്റെ വരവ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു നൽകിയ മഹത്വം എത്ര വലുതാണ്. അവിടുത്തെ ദീന് ഒന്നുകൂടി ശക്തിപ്പെടുത്താൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈസാ നബി അലൈഹിസ്സലാമിനെ പറഞ്ഞേക്കുകയാണ്. ആ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വം ലോകത്ത് അവസാനിക്കാത്ത മഹത്വമാണ്, നിലനിൽക്കുന്ന മഹത്വമാണ്. അതുകൊണ്ടാണ് റബ്ബദിനെ കുറിച്ച് പറഞ്ഞത് വറഫഅനാ ലക ദിക്റക് വറഫഅനാ ലക ദിക്റക്. ഓ നബിയെ, അങ്ങയുടെ പ്രകീർത്തനം നാം അത് ഉയർത്തിയിരിക്കുന്നു. അങ്ങയുടെ പ്രകീർത്തനം നാം ഉയർത്തിയിരിക്കുന്നു. ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ആ പ്രകീർത്തനമാണ്. സദാ സമയത്തും മുഴങ്ങുന്നൊരു പ്രകീർത്തനമുണ്ടെങ്കിൽ, സദാ സമയത്തും മുഴങ്ങുന്നൊരു മദ്ഹുണ്ടെങ്കിൽ അത് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹൊന്ന് മാത്രമാണ്. എന്താണ് ഈ ആയത്തിനെ മഹാന്മാര് വിവക്ഷിച്ചത്? ലാ ഉദ്കറു ഇല്ലാ വതുദ്കറു മഈ. എന്നെ പറയപ്പെടുന്ന എല്ലാ സാഹചര്യങ്ങളിലും തങ്ങളെയും പറയപ്പെടും നബിയേ. എവിടെയെല്ലാം അല്ലാഹുവിനെ പറയപ്പെടുന്നുണ്ടോ അവിടെയൊക്കെ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും പറയപ്പെടണം. അല്ലാതെ ഒരു സംഗതി പൂർത്തിയാകില്ല. വെള്ളിയാഴ്ച ഖുത്ബ ഓതുന്ന ഖതീബ് ഹംദ് മാത്രം ചൊല്ലിയിട്ട് ഖുത്ബ നിർവഹിച്ചാൽ ഖുത്ബ സ്വഹീഹല്ല. ഹംദിന്റെ ശേഷം സ്വലാത്തും ചൊല്ലണം. നിസ്കരിക്കുന്ന ഒരു മുസ്ലിം നിസ്കാരത്തിൽ അല്ലാഹുവിനെ അഭിവാദ്യം അർപ്പിക്കുന്നു. ആ അഭിവാദ്യം കഴിഞ്ഞ ഉടനെ ലോകത്തിന്റെ നേതാവിന് സലാം പറയുന്നു. ആ ഒരു സലാം പറയാതെ ഇവിടെ നിസ്കരിക്കാൻ ആർക്കും കഴിയില്ല. നിസ്കാരത്തിന് മുമ്പും മറ്റു സന്ദർഭങ്ങളും ബാങ്ക് വിളിക്കുമ്പോ, അല്ലാഹുവിനെ സാക്ഷ്യപ്പെടുത്തുമ്പോ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന സാക്ഷ്യപ്പെടുത്തൽ കൊണ്ട് മാത്രം ബാങ്ക് പൂർത്തിയാകൂല. അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. 24 മണിക്കൂറും ഈ ഒരു ശബ്ദം ലോകത്ത് മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ബാങ്ക് മുഴങ്ങാത്ത ഒരു സമയം ലോകത്തില്ല. നിസ്കാരം നടക്കാത്തൊരു സമയവും ലോകത്തില്ല. നമ്മളിപ്പോൾ ഇശാ നിസ്കരിച്ചു, പലരും മഗ്രിബ് നിസ്കാരത്തിന് വേണ്ടി കൈകെട്ടുന്ന ആളുകൾ ലോകത്തുണ്ട്. അസ്ർ നിസ്കാരത്തിന്റെ സമയമായി അതിനു വേണ്ടി തുനിയുന്ന ആളുകളുണ്ട്. അതുപോലെ തന്നെ മറ്റു പല ഭാഗങ്ങളിലേക്കും തുനിഞ്ഞു നോക്കിയാൽ നാം നിസ്കരിച്ച നിസ്കാരത്തിന്റെ പിറകോട്ടുള്ള നിസ്കാരങ്ങളൊക്കെ പലയിടങ്ങളിലും ഇപ്പോഴും നിർവഹിച്ചു കൊണ്ടിരിക്കുന്നു. ആകയാൽ 24 മണിക്കൂറും ഇടതടവില്ലാതെ ഭൂമിയിൽ നടത്തപ്പെടുന്ന കർമ്മമായ നിസ്കാരം, ആ നിസ്കാരങ്ങളിൽ അള്ളാഹുവിനെ സ്തുതിക്കുന്നതോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും പുകഴ്ത്തുന്നു. അവിടുത്തേക്കൊരു സലാം പറയാതെ, കൃത്യമായും ആ സലാം കൊടുക്കാതെ ഒരാൾക്കും നിസ്കാരം ലഭിക്കില്ല. ബാപ്പക്കൊരു സലാം പറഞ്ഞാലോ, ഉമ്മക്കൊരു സലാം പറഞ്ഞാലോ, സഹോദരങ്ങളെ, നിസ്കാരം ബാത്തിലാണ്. ഇൽമ പഠിപ്പിച്ച ഉസ്താദിനൊരു സലാം പറഞ്ഞാലോ, ഉസ്താദ് വഫാത്തായി പോയി, നിസ്കാരം ബാത്തിലാണ്. പക്ഷേ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സലാം പറയാതെ നിസ്കാരമില്ല.
ഖുതുബയില്ല, ദുആ ഇല്ല. ദുആ സ്വഹീഹാകണമെങ്കിൽ, പൂർണ്ണമായും അതിന് ഉത്തരം ലഭിക്കണമെങ്കിൽ ഹംദ് പറഞ്ഞിട്ട് സ്വലാത്ത് പറയണം. മദീന പള്ളിയിൽ നിസ്കാരം കഴിഞ്ഞിട്ടൊരു സ്വഹാബി ദുആ ചെയ്തു. ദുആ ചെയ്യുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്പുറത്തുനിന്ന് കേൾക്കുന്നുണ്ട്. നല്ല വചനങ്ങളാണ് ദുആർക്കുന്നത്. പക്ഷേ ദുആഇന്റെ മുമ്പ് ഹംദില്ല, സ്വലാത്തില്ല. ദുആ മാത്രം ചൊല്ലിയിട്ട് എഴുന്നേറ്റ് പോയപ്പോ തങ്ങൾ പറഞ്ഞു, അജില ഹാദാ, അജില ഹാദാ. ഈ സ്വഹാബിക്ക് തിരക്കായി പോയി, ഈ സ്വഹാബിക്ക് തിരക്ക് കൂടി പോയി. കുറച്ചു നേരം കഴിഞ്ഞപ്പോ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നിസ്കരിച്ചു. നിസ്കാരം കഴിഞ്ഞിട്ട് മഹാനവറുകൾ കൈയുയർത്തി ദുആർക്കുകയാണ്, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഹംദ് ചൊല്ലിയിട്ട് പിന്നെ അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ റസൂലിക സയ്യിദിനാ മുഹമ്മദ്, സ്വലാത്തും ചൊല്ലിയിട്ട് അങ്ങനെ ദുആർക്കുമ്പോ പിറകിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, സൽ, ചോദിച്ചോളൂ, എത്രയും ചോദിച്ചോളൂ, തുഴുത്ത, നിങ്ങളെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകപ്പെടും. എന്തേ ആദ്യം ദ്വാരുന്ന ആൾക്ക് ഇങ്ങനെ പറയാതിരുന്നത്? ആ ദ്വാരുന്ന ആള് ഹംദും സ്വലാത്തും ചൊല്ലിയില്ല. ഹംദും സ്വലാത്തും ഒരു സമർപ്പണമാണ്. ആ ഹംദും സ്വലാത്തും ഒരു വലിയ ഇബാദത്താണ്, അദബാണ്. അത് നിർവഹിക്കാതെ ദുആഇന് ഉത്തരമില്ലെന്ന് പറയുമ്പോ എത്രമാത്രം വലിയ മഹത്വമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹിന്, സ്വലാത്ത് ചൊല്ലുന്നവരുടെ ദുആഇന് വലിയ ഉത്തരമുണ്ട്. അത് വെറുതെ പറഞ്ഞതല്ല. ഹംദും സ്വലാത്തും ദുആഇന്റെ ഉത്തരം കിട്ടാൻ വലിയ കാരണമാണ്. ഹംദ് ചൊല്ലണം, സ്വലാത്തും ചൊല്ലണം. ഇരിക്കട്ടെ സഹോദരങ്ങളെ, അതിനേക്കാളും വലിയ ബഹുമാനമല്ലേ അള്ളാഹു നൽകിയത്? ലോകത്ത് ഒരു നബിക്കും നൽകാത്ത ബഹുമാനം, ഒരു സൃഷ്ടിക്കും നൽകാത്ത ബഹുമാനം. നമ്മളൊക്കെ നമ്മുടെ സാധാരണ കൂട്ടുകാര് വിളിക്കുന്ന വിളിയുണ്ട്, പേരെടുത്ത് വിളിക്കാറുണ്ട്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒരാളും പേരെടുത്ത് വിളിക്കാവതല്ല. ലോകത്ത് അല്ലാഹു തആല പെർമിറ്റ് നിഷേധിച്ചു കഴിഞ്ഞു. സർവ അമ്പിയാക്കളെയും ജനങ്ങൾ പേരെടുത്ത് വിളിച്ചു. ആദം നബി അലൈഹിസ്സലാമിനെ ആദമൂന്ന് വിളിച്ചു. ഈസാ നബി അലൈഹിസ്സലാമിനെ യാ അയ്യുഹൽ മുസമ്മിലു, യാ അയ്യുഹൽ മുദ്ദസിറു. വിശുദ്ധ ഖുർആനിൽ എവിടെയും ഒരൊറ്റ സ്ഥലങ്ങളിലും പേരെടുത്ത് വിളിച്ചിട്ടേ ഇല്ല. ജനങ്ങളോടുള്ള കൽപ്പനയും അങ്ങനെയാണ്. അതുകൊണ്ടല്ലേ നിസ്കാരത്തിൽ നമ്മൾ വിളിക്കുന്നത് അസ്സലാമു അലൈക അയ്യുഹൻ നബിയു എന്നാണ്. അയ്യുഹൻ നബിയു എന്ന് മാറ്റിയിട്ട് ഒരാൾ പേരെടുത്ത് വിളിച്ചാലോ ഏറ്റവും വലിയ അനാദരവാണ് അയാളെ നിസ്കാരം. ആ നിസ്കാരം തന്നെ സ്വീകാര്യമാകൂല, സ്വഹീഹാകൂല. വിളിക്കേണ്ട ശൈലി അങ്ങനെയാണ്, അസ്സലാമു അലൈക അയ്യുഹൻ നബിയു. പിന്നെയോ സലാം പറയുമ്പോ പൂർണ്ണ സലാം പറയണം. നമ്മൾ സലാം പറയുമ്പോ സാധാരണ ചിലർ അസ്സലാമു അലൈക്കും എന്ന് പറയും, അല്ലെ? ചിലർ അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി എന്ന് പറയും. വബറകാതുഹു എന്ന് പറയുന്നവർ കുറവല്ലേ? ഇനി വബറകാതുഹു കേൾക്കണമെങ്കിൽ മയ്യിത്ത് നിസ്കാരം വരേണ്ടി വരും. അതേ സമയത്ത് മുത്തുനബി തങ്ങൾക്കുള്ള സലാം പൂർണ്ണ സലാമാകണം. അസ്സലാമു അലൈക അയ്യുഹൻ നബിയു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കുറക്കാൻ പറ്റൂല, പൂർണ്ണ സലാമാണ്. അസ്സലാമു അലൈക അയ്യുഹൻ നബിയു എന്ന് പറഞ്ഞ് നിർത്താൻ പറ്റൂല, വാക്യം കൂടി ഉണ്ട്, വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കണ്ടോ നിങ്ങൾ? സലാം പറയുന്നിടത്ത് വരെ അല്ലാഹു തആല പരിഗണിച്ചു. പൂർണ്ണ സലാമാകണം നേതാവിന് കൊടുക്കുന്ന സലാം. സാധാരണ ഒരു സലാം പോരാ, ചെറിയ ഒരു സലാം പോരാ. എന്തൊരു ബഹുമാനമാണ് അല്ലാഹു തആല കൊടുത്തത്. പേരെടുത്ത് വിളിക്കരുത്. എല്ലാ സ്വഹാബിമാരും വിളിക്കുന്ന വിളി യാ റസൂലല്ലാഹ്, യാ നബിയല്ലാഹ്, യാ ഹബീബല്ലാഹ്. പേരുകൊണ്ട് സംബോധന ചെയ്യരുത്. അല്ലാഹു തആല വലിയ ബഹുമാനമല്ലേ സഹോദരങ്ങളെ പറഞ്ഞത്. അല്ലാഹു
തആല ഒരാള് അല്ലാഹു അല്ലാഹുമ്മ എന്ന് പേരെടുത്ത് അല്ലാഹു തആലാനെ വിളിച്ചാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിക്കുന്നത് ബഹുമാനത്തിന് കുറവുണ്ടാകാൻ പാടില്ല. അവിടെ വിളിക്കേണ്ടത് അങ്ങനെയാണ്. വിളിക്കുന്ന ശൈലിയോ സാധാരണക്കാരെ വിളിക്കും പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിക്കുന്നത് ലാ തജഅലൂ ദുആ അർ-റസൂലി ബൈനകും കദുആഇ ബഅദികും ബഅദാ. ശബ്ദത്തിൽ വിളിക്കാൻ പറ്റുമോ? ഇല്ല. മിതമായ ശബ്ദത്തിലേ വിളിക്കാവൂ. ഹുജ്റത്തു ഷരീഫയുടെ മുന്നിൽ പോയി ഒരാൾ വിളിക്കാണെങ്കിലും വളരെ ബഹുമാനത്തോട് മാത്രമേ വിളിക്കാവൂ. ശബ്ദം ഉയർത്താൻ പറ്റൂല. ഹയാത്ത് കാലത്ത് തന്നെ പറ്റൂല. ഉറക്കെ വിളിക്കാൻ പറ്റൂല. മിതമായ ശബ്ദത്തിൽ. വീടിന്റെ പുറത്ത് വന്ന് തങ്ങളെ വീട്ടിന്റെ ഉള്ളിൽ താമസിക്കുമ്പോ വിശ്രമിക്കുമ്പോ പുറത്ത് വന്ന് വിളിച്ചത് വരെ അല്ലാഹു തആല എതിർത്തു. ആ വിളി ശരിയായില്ല എന്ന് പറഞ്ഞു. നമ്മളെ വീട്ടിന്റെ ഉള്ളിലാണ്, പുറത്ത് വന്ന് നമ്മളെ കൂട്ടുകാരൻ ഉറക്കെ വിളിക്കാണ് ഉള്ളിലേക്ക്. നമ്മളാ വിളി കേട്ട് പുറത്തു വരും. അങ്ങനെ വിളിക്കാവതല്ല എന്ന് അള്ളാഹു പറഞ്ഞു. പറ്റില്ല. ആ വിളിച്ച ആളുകളെ അല്ലാഹു തആല പറഞ്ഞു അക്സറുഹും ലാ യഅഖിലൂൻ, അവർ ബുദ്ധി ഇല്ലാത്തവരാന്നാ പറഞ്ഞത്. വീടിന്റെ പുറത്ത് വന്ന് മുറ്റത്ത് വന്ന് തങ്ങളെ വിളിച്ച ആളുകളില്ലേ നബിയെ, അവരിൽ അധിക പേരും ബുദ്ധി ഇല്ലാത്തവരാണ്. ചെറിയ വിമർശനമാണോ ബുദ്ധി ഇല്ലാത്തതെന്നുള്ളത്? എന്നിട്ട് അല്ലാഹു തആല പറഞ്ഞു എന്ത് ചെയ്യണം അവര്? വലൗ അന്നഹും സ്വബറു ഹത്താ തഖ്റുജ ഇലൈഹിം. എത്ര നേരം കഴിഞ്ഞിട്ടാണോ തങ്ങൾ റൂമിൽ നിന്ന് പുറത്തു വരുന്നത് അത്ര നേരം വരെ കാത്തിരിക്കണം. സഹോദരങ്ങളെ, മറ്റുള്ളവര് വിളിച്ചാലുള്ള വിളി പോലെയല്ല മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളി. ആ വിളിക്ക് പെട്ടെന്ന് ഉത്തരം ചെയ്തോളണം. യാതൊരു കാരണവശാലും പിന്തിക്കൂടാ. നിസ്കരിച്ചു കൊണ്ടിരുന്ന സ്വഹാബി അബൂ സഈദ് റളിയല്ലാഹു അൻഹു മദീന പള്ളിയുടെ ഉള്ളിൽ നിസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. നിസ്കാരത്തിലാണ് നബി തങ്ങൾ പുറത്തുനിന്ന് വിളിക്കുന്നത് യാ അബാ സഈദ്. മഹാനവറുകൾ നിസ്കാരത്തിലാണ്. നിസ്കരിച്ച് കഴിഞ്ഞ് സലാം വീട്ടിയിട്ട് വന്നിട്ട് പറഞ്ഞു അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ നിസ്കാരത്തിലായിരുന്നു, അതുകൊണ്ടാണ് ഉത്തരം ചെയ്യാതിരുന്നത്. അപ്പോൾ നബി തങ്ങൾ പറഞ്ഞു ആ സ്വഹാബിയോട് അലം തസ്മഅ ഖൗലല്ലാഹി അസ്സ വജൽ, അല്ലാഹു പറയുന്നത് കേട്ടിട്ടില്ലേ? യാ അയ്യുഹല്ലദീന ആമനുസ്തജീബൂ ലില്ലാഹി വലിർറസൂൽ ഇദാ ദഅാകും ലിമാ യുഹീകും. അല്ലാഹുവും അല്ലാഹുവിന്റെ റസൂലും വിളിച്ചാൽ എപ്പോഴും ഉത്തരം ചെയ്തോളണം. അത് ഫർള് നിസ്കാരമാണെങ്കിലും സുന്നത്ത് നിസ്കാരമാണെങ്കിലും ഏത് സന്ദർഭത്തിലാണെങ്കിലും വിളിച്ചോ, വിളിക്ക് ഉത്തരം ചെയ്തോളണം. പിന്തിക്കാൻ പാടില്ല. ഫർള് നിസ്കാരത്തിൽ വരെ കൈയഴിച്ച് ഉത്തരം ചെയ്യേണ്ട ഒരേ ഒരു വ്യക്തിത്വം ലോകത്തൊന്നു മാത്രമേ ഉള്ളൂ, മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വന്തം ബാപ്പ വിളിച്ചാലും ഫർള് നിസ്കാരത്തിൽ നിന്ന് കൈയഴിക്കാൻ പാടില്ല. സ്വന്തം ഉമ്മ വിളിച്ചാലും ഫർള് നിസ്കാരത്തിൽ നിന്ന് കൈയഴിക്കാൻ പാടില്ല. സ്വന്തം ഉസ്താദ് വിളിച്ചാലും ഫർള് നിസ്കാരത്തിൽ നിന്ന് കൈയഴിക്കാൻ പാടില്ല. കൈയഴിച്ചോ ആ നിസ്കാരം ബാത്തിലായി. അതേ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് വേണ്ടി ഫർള് നിസ്കാരത്തിൽ നിന്ന് കൈയഴിച്ച് ഉത്തരം ചെയ്ത് പോന്ന ഒരാള് തിരിച്ചു വന്ന് ബാക്കി നിസ്കരിച്ചാൽ മതി എന്നാണ് മഹാന്മാർ എഴുതി വെച്ച മസ്അല. നിസ്കാരം മുറിയുന്നില്ല. ഖിബിലന്റെ ഭാഗത്തുനിന്ന് അയാളെ ശരീരം മറ്റൊരു ഭാഗത്തേക്ക് തിരിഞ്ഞാലും അയാൾ കുറച്ചു നേരം തങ്ങളോട് സംവദിച്ചാലും ബാക്കി വന്ന് നിസ്കരിച്ചാൽ മതി. അയാൾ ഇപ്പോൾ ഏർപ്പെട്ടുകൊണ്ടിരുന്നതും ഒരു ഇബാദത്താണ്, അള്ളാഹു കൽപ്പിച്ചൊരു ഇബാദത്താണ്. അത് മറ്റൊരു ഇബാദത്താണ് ആ കൂട്ടത്തിൽ ചെയ്തത്, അതും അള്ളാഹു പഠിപ്പിച്ചതാണ്. ഉമ്മ വിളിച്ചാല് ബാപ്പ വിളിച്ചാല് സുന്നത്ത് നിസ്കാരത്തിൽ കൈകഴിക്കാം, ആ വിളിക്ക് ഉത്തരം ചെയ്യാം. പക്ഷെ അപ്പോഴും ഫർള് നിസ്കാരത്തിന് ഉത്തരം ചെയ്യാൻ പറ്റൂല. അതങ്ങനെ തന്നെ പൂർത്തീകരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു വിളി, ആ വിളിയെ സ്വഹാബത്ത് കണ്ട കാഴ്ചപ്പാട് എങ്ങനെയാണ്, എത്ര വലുതാണ്. തങ്ങളുടെ ഒരു വിളിയാളത്തെ പറ്റി സ്വഹാബത്തിന്റെ മനസ്സിൽ വന്ന ആ ഒരു ഉത്തരം, അവരുടെ ആ ഒരു മഹബത്ത്, ഈ വിളി ഇങ്ങനെ സാധാ വിളി പോലെ കാണാൻ പറ്റൂല എന്നുള്ള നിലക്ക് ഇറങ്ങി പുറപ്പെട്ടു പോയില്ലേ. വിളിയാളം കേട്ട ഉടനെ ഡയറക്റ്റായി തങ്ങൾ വിളിച്ചതല്ല, സ്വഹാബിമാരെ പറഞ്ഞയച്ചതാണ്. എങ്ങോട്ടെങ്കിലും ശത്രുക്കളോട് ചെറുത്തു നിൽക്കാൻ പോകാനുണ്ടെങ്കിൽ കുതിരപ്പുറത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനൗൺസ്മെന്റിന് വേണ്ടി സ്വഹാബത്തിനെ പറഞ്ഞേക്കും.
കുതിരപ്പുറത്ത് വന്ന് ജനങ്ങൾ താമസിക്കുന്ന സ്ഥലങ്ങളിൽ അവർ വിളിച്ചു പറയും, യാ ഖൈലല്ലാഹി ഇർകബീ ഇലൽ ജന്നത്തി അസ്റഈ. അള്ളാഹുവിന്റെ കുതിരപ്പടയാളികളെ, സ്വർഗത്തിലേക്ക് വരൂ, സ്വർഗത്തിലേക്ക് ജൈത്രയാത്ര നടത്തൂ. ആ ഒരു അനൗൺസ്മെന്റ് കേൾക്കുമ്പോഴേക്ക് സ്വഹാബത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകും. ബഹുമാനപ്പെട്ട ഹൻളല റളിയല്ലാഹു അൻഹു ഉച്ച നേരം കഴിഞ്ഞ് വിശ്രമിക്കുന്ന സമയത്താണ്, സ്വന്തം ഇണയുമായി ഭാര്യയുമായി സല്ലപിക്കുന്ന നേരത്താണ് ഈ ഒരു വിളിയാളം കേൾക്കുന്നത്. കുളിക്കാൻ നിന്നാൽ നേരം വൈകിപ്പോകുമോ എന്ന് കരുതിയിട്ട് ഉടനെ തന്നെ ഡ്രസ്സും മാറി മഹാനവറുകൾ പുറപ്പെട്ടു പോയി. അന്നത്തെ ആ നടന്ന ചെറുത്തുനിൽപ്പിൽ പോരാട്ടത്തിൽ ഹൻളല റളിയല്ലാഹു അൻഹു ഷഹീദായി. ഹൻളല റളിയല്ലാഹു അൻഹുവിനെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നു പറയുന്നു, സ്വഹാബ, ഹൻളലയെ മലക്കുകൾ കുളിപ്പിക്കുന്നു. സ്വഹാബത്ത് പോയി നോക്കുമ്പോ തലഭാഗം മുതൽ കാൽഭാഗം വരെ വെള്ളം ഒഴുകുന്നത് കാണുന്നുണ്ട്. വെള്ളം കോരി ഒഴിക്കുന്ന ആളുകളെ കാണുന്നില്ല. പക്ഷേ തല മുതൽ കാല് വരെ വെള്ളം നിറഞ്ഞ രീതിയിൽ അങ്ങനെ ഒഴുക്കി വിടുന്നുണ്ട്. രക്തത്തിന്റെ ഭാഗത്തുകൂടെ വെള്ളം അങ്ങനെ ഒഴുകിയിട്ട് കുറഞ്ഞ രക്തഭാഗവും രക്തത്തിന്റെ ഭാഗങ്ങളും അതിലേക്ക് ചേർന്ന് പോയിട്ടുണ്ട്. എന്താണ് ഇങ്ങനെ കുളിപ്പിക്കാനുള്ള കാരണമെന്ന് ചോദിക്കുമ്പോ, നിങ്ങൾ വീട്ടിൽ പോയി അന്വേഷിക്കൂന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. വീട്ടിലെത്തിയപ്പോ അവിടുത്തെ ഭാര്യ പറഞ്ഞു, ഒന്നുമല്ല, ഞങ്ങൾ രണ്ടുപേരും ഉച്ചനേരത്തുള്ള വിശ്രമത്തില് സല്ലപിക്കുന്ന നേരത്താണ് വിളിയാളം വന്നത്. അല്ലാഹുവിന്റെ റസൂലിന്റെ വിളിയാണ് വരുന്നത്. ഞാനിവിടെ നിന്ന് വൈകിച്ചു പോയാൽ, വിളിക്ക് ഉത്തരം ചെയ്യാതിരുന്നാൽ എനിക്കത് ബുദ്ധിമുട്ടല്ലേ എന്ന് കരുതിയിട്ട് പെട്ടെന്ന് മഹാനവറുകൾ ഇറങ്ങി പുറപ്പെട്ടു പോയി. ജനാബത്തുകാരനാണ് ഷഹീദെങ്കിലും കുളിപ്പിക്കാൻ നമുക്ക് പെർമിറ്റില്ല. പക്ഷേ അള്ളാഹുവിന്റെ സവിധത്തിലേക്ക് പോകുന്ന ഷഹീദിന് ബഹുമാനത്തിന്റെ കുറവുണ്ടാകരുതല്ലോ. അതിന് റബ്ബ് തആല തന്നെ മലക്കുകളെ വിട്ടുപോയി. കുളിപ്പിക്കാൻ അല്ലാഹു തആല മലക്കുകളെ ചുമതലപ്പെടുത്തിപ്പോയി. ഞാൻ പറഞ്ഞു വന്നത്, ഏത് ഘട്ടത്തിലാണെങ്കിലും വിളിക്ക് ഉത്തരം ചെയ്യണമെന്നുള്ള നിർദ്ദേശം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിളി അത് വല്ലാത്തൊരു വിളിയാണ്. ലാ തജഅലൂ ദുആ അർ-റസൂലി ബൈനകും കദുആഇ ബഅദികും ബഅദാ. അവിടെ ഒരു തഫ്സീർ കൂടി നമ്മൾ പഠിക്കാനുണ്ട്. മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രാർത്ഥന മറ്റുള്ളവരുടെ പ്രാർത്ഥന പോലെ നിങ്ങൾ കണക്കാക്കരുത്. അള്ളാഹുവിന്റെ റസൂലിന്റെ ദുആ അത് മുസ്തജാബാണ്, ഉത്തരം നൽകപ്പെട്ട ദുആയാണ്. ഉമ്മമാരോടും സഹോദരങ്ങളോടും ചെറുപ്പക്കാരോടൊക്കെ ഞാൻ പറയട്ടെ, നമ്മളൊക്കെ അള്ളാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കുന്നവരാണ്. നമ്മൾ പറയുന്നു, അല്ലാഹു തആല ആ സ്നേഹം നമ്മളെ ഖൽബിലൂടെ മൂലമാക്കി തരട്ടെ. നബിതങ്ങൾ ലാനത്ത് ചെയ്ത ഒരു വിഭാഗത്തിലും നമ്മൾ പെടാൻ പാടില്ല. പെട്ടുകഴിഞ്ഞാൽ നമുക്ക് നാശാണ്. ശാപം കൊണ്ട് അള്ളാഹുവിന്റെ റസൂല് ദുആ ചെയ്ത ഒറ്റ കമ്പനിയിലും നമ്മൾ പെടരുത്. ഒരാണും ഒരു പെണ്ണും ഉൾപ്പെട്ടു പോകരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലാനത്ത് കൊണ്ട് ദുആ ചെയ്ത വിഭാഗം എത്രയുണ്ട്? അതെണ്ണിയാൽ ഇന്നത്തെ സദസ്സന്നതിന് മതിയാകൂല, അത്രയും അധികമുണ്ട്. മാതാപിതാക്കളെ വെറുപ്പിക്കുന്നവരെ അള്ളാഹുവിന്റെ റസൂല് ലാനത്ത് ചെയ്തിട്ടുണ്ട്. ബാപ്പാനെയും ഉമ്മാനെയും പഴിക്കുന്നവനെ നബിതങ്ങൾ ലാനത്ത് ചെയ്തിട്ടുണ്ട്. സഹോദരങ്ങളെ, അതേ രൂപത്തിൽ തന്നെ മുതിർന്ന ആളുകളെ ബഹുമാനിക്കാത്തവർക്ക് നബിതങ്ങളെ ലാനത്തുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ലാനത്ത് ചെയ്ത വിഭാഗമാണ് സാരിഖീങ്ങൾ. മോഷണം നടത്തുന്നവർ അള്ളാഹുവിന്റെ റസൂലിന്റെ ലാനത്ത് കിട്ടിയവരാണ്. ഷാരിബുൽ ഖംറ്, അതുമായി ബന്ധപ്പെട്ട് 10
10 വിഭാഗത്തെ അള്ളാഹുവിന്റെ റസൂല് ശപിച്ചിട്ടുണ്ട്. ഖംറുമായി ബന്ധപ്പെട്ട്, മദ്യപാനവുമായി ബന്ധപ്പെട്ട്, മദ്യം കുടിക്കുന്നവരെ മാത്രമല്ല, മസ്താകുന്ന വസ്തു കടിക്കുന്നവരെ മാത്രമല്ല, അത് കൊണ്ടുപോകുന്നവരെയും അത് വിൽക്കുന്നവരെയും അത് വിൽക്കുന്ന സ്ഥലങ്ങളെയും അതിന്റെ കാശ് പറ്റുന്നവരെയും അതിന്റെ തൊഴിലാളികളെയും അതിനുവേണ്ടി മുന്തിരിച്ചാറ് പിഴിയുന്ന ആളുകളെ വരെ ശപിച്ചിട്ടുണ്ടേ. ഉമ്മമാരെ, സഹോദരിമാരെ, തോന്നും വിധം വീട് വിട്ട് ഇറങ്ങി ഉലാത്തുന്ന ആളുകളെ കണ്ടിട്ടില്ലേ? ഒരു നിയമവും പാലിക്കാതെ, ഇസ്ലാമിന്റെ ഒരു നിയമവും അംഗീകരിക്കാതെ, ഫ്രീഡം ഉണ്ടല്ലോ എന്നും കരുതിയിട്ട് തോന്നും പോലെ കറങ്ങുന്ന സഹോദരിമാരുണ്ട്. ഞാൻ അവരെ ആക്ഷേപിച്ചു എന്ന് നിങ്ങൾ പറയരുത്. മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ലഅനത്ത് പറ്റിയ വിഭാഗത്തിൽ നമ്മൾ ഉൾപ്പെട്ടുകൂടാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലഅനത്ത് ചെയ്ത വിഭാഗമാണ് ഭംഗി പ്രദർശിപ്പിച്ചുകൊണ്ട് മറ്റുള്ള ആളുകളെ സ്വാധീനിക്കുന്ന വിധം, മറ്റുള്ള ആളുകളെ സ്വീകരിക്കുകയും വർത്തമാനം പറയുകയും ചെയ്യുന്ന വിധം ശരീരത്തിന്റെ ഭംഗിയൊക്കെ പ്രദർശിപ്പിച്ച് പുറത്തിറങ്ങി ഉലാത്തുന്ന വിലസുന്ന സഹോദരിമാര് അവരെ ശപിച്ചിട്ടുണ്ടേ. മറ്റുള്ളവരുടെ ശാപം പോലെയല്ല അള്ളാഹുവിന്റെ റസൂലിന്റെ ശാപം. അത് തട്ടുമെന്ന് ഉറപ്പാണ്. അവിടുത്തെ ദുആന മറ്റുള്ളവരുടെ ദുആന പോലെ കാണരുത്. ആ ദുആ കുറച്ച് ഗൗരവേറിയ ദുആയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ദുആ അത് മുസ്തജാബാണ്, അത് ഉത്തരം നൽകപ്പെടുന്ന ദുആയാണ്. ഇപ്പൊ നിങ്ങൾ നോക്ക്, ഇപ്പത്തെ രംഗം എന്താണ്? സുബ്ഹാനല്ലാഹ്, മാതാപിതാക്കൾക്കും അതിൽ പ്രശ്നമില്ല എന്ന് പറയുന്നു. നമ്മളൊക്കെ അള്ളാഹുവിന്റെ റസൂലിന്റെ സ്നേഹിതന്മാരാ, തങ്ങളെ മഹബത്ത് വെക്കുന്നവരാന്നൊക്കെ പറയുന്നു. ആ വാക്കിന് വലിയൊരു അർത്ഥം നമ്മൾ കാണണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദീനെ അംഗീകരിക്കാനുള്ള കഴിവ് അള്ളാഹു നമുക്ക് ഏറ്റിത്തരട്ടെ. അത് വിട്ട് ഒരു കളിയും നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകരുത്. അത് എൻ്റെ ഒരു അപേക്ഷയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മുടെ മേൽ പേടിച്ച വിഷയം ഒന്നാണ്, ഒറ്റ ഒന്ന്. എന്താ അള്ളാഹുവിന്റെ റസൂൽ പേടിച്ചത്? അതാണ് ഇപ്പൊ ലോകം കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്താ നബി തങ്ങൾ പേടിച്ചത്? ഇന്നി അഖാഫു അലൈക്കും, ഞാൻ നിങ്ങൾക്ക് മേൽ പേടിക്കുന്നു, അൻ തുബ്സത അലൈക്കുമുദ്ദുന്യാ, ദുനിയാവ് നിങ്ങളെ മേൽ വിശാലമാക്കപ്പെടലിന് ഞാൻ പേടിക്കുന്നു. ദുനിയാവ് എല്ലാവരുടെ കയ്യിലും വന്നു. ദുനിയാവിന്റെ പ്രൗഢിയും ദുനിയാവിന്റെ ഭംഗിയും അത് വന്നിട്ടോ നിങ്ങൾ മുൻഗാമികൾ നശിച്ചതുപോലെ നിങ്ങൾ നശിക്കുന്നു. ദുനിയാവ് ഇഷ്ടം പോലെ കയ്യിൽ വരുമ്പോ ദീനിന്റെ നിയമങ്ങൾ പിറകോട്ട് തള്ളുകയാണ്. ആരെങ്കിലും അത് പറഞ്ഞാൽ അവൻ ഒറ്റപ്പെട്ടു പോകുന്നു. ആ നിയമത്തിന് പുല്ലുവിലയാണ്. നിലനിൽക്കുന്ന സുഹൃതങ്ങൾ, പരലോകത്തേക്ക് ദുനിയാവിൽ ബാക്കി വെച്ചതും ആഖിറത്തിലെത്തിയാൽ കൺകുളിർക്ക കാണാൻ പറ്റുന്നതുമായ ഒരുപാട് ഒരുപാട് സുഹൃതങ്ങൾ, ഖൈറുൻ ഇൻദ റബ്ബിക, അതാണ് റബ്ബിന്റെ അടുക്കൽ ഏറ്റവും മഹത്വമുള്ളത്. നിങ്ങളെ സമ്പത്ത് ആ രൂപത്തിലാക്കി മാറ്റണം, സന്താനങ്ങൾ ആ രൂപത്തിലാക്കി മാറ്റണം. എന്താക്കണം? ബാഖിയാത്തു സ്വാലിഹാത്താക്കി മാറ്റണം. നാ പിന്നെ രക്ഷപ്പെട്ടു. ഇത് നല്ലൊരു ഉപദേശമാണ് തരുന്നത്. ചെറിയ ഉപദേശം തഫ്സീർ അങ്ങനെ വായിക്കുമ്പോ സമ്പത്തിന്റെ കെയർ ഓഫിൽ തെറ്റിപ്പോയത്, സന്താനങ്ങളെ കെയർ ഓഫിൽ മാറിപ്പോയതൊക്കെ ഉണ്ട്. ഈ രണ്ട് വിഷയങ്ങളിലാണ് അള്ളാഹു നമ്മളോട് പറഞ്ഞത്. സമ്പത്ത് കൊണ്ടും അള്ളാഹുവിന്റെ ദിക്റിൽ നിന്ന് മാറി ചിന്തിക്കരുത്, സന്താനങ്ങൾ കാരണവും മാറി ചിന്തിക്കരുത്. ലാ തുൽഹിക്കും അംവാലുക്കും, ലാ തുൽഹിക്കും, നിങ്ങളെ വിനോദത്തിലാക്കരുത്, നിങ്ങളെ കളിയിലാക്കരുത്, കാര്യത്തിലേക്ക് കടക്കണം. ലാ തുൽഹിക്കും, നിങ്ങളെ ലഹുവിലാക്കരുത്, വിനോദത്തിലാക്കരുത്, കളിയിലാക്കരുത്. അതേ, കളിയിലാകുന്ന ആളുകൾക്ക് കാര്യം അറിയില്ലല്ലോ.
സമ്പത്ത് നിങ്ങൾ എപ്പോഴും കളിയിൽ ഏർപ്പെടുത്തരുത്. ലഹ്വ് എന്ന ആ വാക്കിന് അർത്ഥം വെച്ചുകൊണ്ട് മഹാന്മാര് പറയുന്നു, എന്ന് പറഞ്ഞാൽ പ്രത്യേക ദുനിയാവിലെ പരിഗണന സമ്പത്ത് സമ്പാദിക്കലും ആ സമ്പത്ത് കൊണ്ട് സുഖിക്കലും ആ സമ്പത്തിനെ ശക്തിപ്പെടുത്താൻ വേണ്ടി എല്ലാം മറന്നു. എന്ത് മറന്നു? ദിക്ർ മറന്നു, നിസ്കാരം മറന്നു, ആരാധന മറന്നു, പുണ്യകർമ്മങ്ങളൊക്കെ മറന്നു. ജീവിതത്തിൽ ഇത് മാത്രമേ ലക്ഷ്യമുള്ളൂ. എന്ത്? സമ്പാദ്യം, സമ്പാദ്യം, സമ്പാദ്യം മാത്രമേ ലക്ഷ്യം. അങ്ങനെ വരാൻ പാടില്ല മുഅ്മിനീങ്ങളെ, അങ്ങനെ വരാൻ പാടില്ല. ലക്ഷങ്ങൾ നിങ്ങൾക്ക് ശമ്പളം കിട്ടിയാലും ആ കിട്ടുന്നത് അള്ളാഹുവിന്റെ ദിക്റിൽ നിന്ന് ശ്രദ്ധ പോകാൻ കാരണമാകരുത്. ഒരാൾ ചോദിച്ചു, ഉസ്താദേ ഒരു ജോലി ഉണ്ട്, പക്ഷെ ആ ജോലി കയറിയ നല്ല ശമ്പളമുണ്ട്. വിദേശത്ത് നിന്ന് ഒരാൾ വിളിച്ചു ചോദിച്ചാണ്, ഫത്വ ചോദിച്ചല്ല, അഭിപ്രായം ചോദിച്ചാണ്. ഫത്വ പറയാൻ നമ്മളാരാ? നമ്മൾ ദുആഫ അല്ലേ? ചോദിച്ചതാണ്, ഒരു അഭിപ്രായം ചോദിക്കാണ്. നല്ലൊരു ജോലി ഉണ്ട്, എത്ര ശമ്പളം? ഇവിടത്തെ 75 റുപ്യ ശമ്പളം ഉണ്ട്. അങ്ങനെയൊക്കെ അങ്ങനെ നല്ല സന്തോഷത്തോടെ കേൾക്കണം. 75,000 റുപ്യ ശമ്പളം ഒരു മാസം. ആഴ്ചയിൽ 2 ദിവസം ലീവും ഉണ്ട്. പിന്നെ ആകെ 8-7 മണിക്കൂർ ഡ്യൂട്ടി ഉള്ളൂ. പക്ഷെ ആ ഡ്യൂട്ടി തുടങ്ങുന്നത് വൈകുന്നേരം 3 മണിക്കാണ്. ളുഹർ കഴിഞ്ഞ് 3 മണിക്ക് കണ്ടിന്യൂ ആണ് ഡ്യൂട്ടി. അതിന്റെ ഇടയിൽ ഒഴിവൊന്നും ഉണ്ടാവൂല. പിന്നെ അത് അവസാനിക്കുന്നത് രാത്രി സമയം ഒരു 12 മണി 11 മണിയൊക്കെ ആകുമ്പോ അവസാനിക്കും. അങ്ങനെയുള്ള നിരന്തരം. പിന്നെ എന്താ പ്രശ്നം? അസറും പോകും, മഗ്രിബും പോകും. നിസ്കരിക്കാനൊന്നും കഴിയൂല ഉസ്താദെ. അതിലെങ്ങനെ തുടരാണ്. തൽക്കാലേ ആ ജോലി വേണ്ട. എന്റെ ഉസ്താദ് 75,000 റുപ്യ ശമ്പളം കിട്ടത്. അവിടെ ആൾക്കാർ നോട്ടം, നമ്മളെ മുഅ്മിനീങ്ങളെ ആൾക്കാർ നോട്ടം എവിടേക്കാണ്? നിസ്കാരൊക്കെ പിന്നെ കുറച്ചുകൂടെ നിസ്കരിച്ചാൽ പോലെ 2 കൊല്ലം ഏതായാലും ഇങ്ങനെ പോട്ടെ. അങ്ങനെ പോകാൻ പറ്റൂല. ഒരു ദിവസം പോകാൻ പറ്റില്ല, പിന്നെ 2 കൊല്ലം. ഞാനിത് ഇങ്ങനെ പറയുമ്പോ ആൾക്കാർ വിചാരിച്ചു ഇയാൾ നിസ്കാരത്തിൽ കുറച്ച് കർശന ഏറെയാണ്. ഞാനല്ല, നിസ്കാരത്തിൽ അല്ലാഹു തആല കുറച്ച് കർക്കശമാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാ. നിങ്ങൾ നോക്ക്, വിശുദ്ധ ഖുർആനിൽ, വിശുദ്ധ ഇസ്ലാമിൽ നടന്ന ആദ്യത്തെ സമരമാണ് ബദർ, അല്ലെ? ആദ്യത്തെ പ്രതിരോധ സമരേതാ? ബദർ. ബദറിലേക്ക് പോകുന്ന സ്വഹാബത്തിനോട് ഹബീബ് റസൂലുള്ളാഹി, നമ്മളൊന്ന് ഉറക്ക സ്വലാത്തല്ലാണ് ഹബീബ് റസൂലുള്ളാഹി. ഈ ഓഡിറ്റോറിയത്തിൽ നിന്ന് മലക്കളൊന്നും നിറട്ടെ എന്ന് സ്വലാത്ത് കേട്ടിട്ട് ഞങ്ങൾ പാപ്പ വരുമ്പോഴത്തേനും നന്നായിട്ട് മലക്കളൊക്കെ നിറഞ്ഞിക്കണം. സ്വലാത്ത് കേട്ടാലേ അവരോട് വരുള്ളൂ. അള്ളാഹു നമ്മളെ സദസ്സ് സ്വീകരിക്കുമാറാകട്ടെ. അപ്പൊ തങ്ങൾ പോകുന്ന ആൾക്കാരോട് സ്വഹാബത്തിനോട് പലരോടും പറഞ്ഞ് നടന്ന് ക്ഷീണിച്ചിട്ടുണ്ട്, നോമ്പ് ഒഴിവാക്കിയാളി. നോമ്പ് റമദാൻ നോമ്പാണത്, സുന്നത്ത് നോമ്പല്ല, റമദാൻ നോമ്പ്. ബദറിലേക്ക് പോകുന്ന സ്വഹാബത്തെ കുറെ നടന്നും കുറെ വാഹനം കയറി അങ്ങനെയല്ലേ പോണ്. 313 ആൾക്ക് 313 വാഹനം ഉണ്ടോ? ഇല്ല. ഒരു വാഹനത്തിന് നമ്മളെ കുട്ടികളെ കയറല്ലേ 3-4 ഒക്കെ. അങ്ങനെ 3-4 ഒരുമിച്ചല്ലോട്ട് കയറിയത്. അങ്ങനെ തെളിവാക്കണ്ട. ബദറിൽ അങ്ങനെ പോയിട്ടുണ്ട്. മോട്ടോർ സൈക്കിൾ 3 പോകാൻ അങ്ങനല്ല. ഒരാൾ കയറും, ഒരു 1/2 കിലോമീറ്റർ പോയിട്ട് മൂപ്പര് ഇറങ്ങും, അടുത്ത ആൾ കയറും. അങ്ങനെയാണ്. പിന്നെ അടുത്ത ആൾ കയറും. അങ്ങനെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെ അങ്ങനെയാണ്. തങ്ങളോടൊപ്പം വേറെ 2 ആൾക്കാരുണ്ട്. അപ്പൊ തങ്ങൾ ഇറങ്ങി നടക്കേണ്ട ഊഴമെത്തിയപ്പോ അവർക്കൊരു പ്രയാസം. നബിയെ തങ്ങള് കയറിക്കോളൂ, ഞങ്ങൾ നടന്നോളൂ. അത് പറ്റൂല. നിങ്ങൾക്ക് അള്ളാഹു തരുന്ന കൂലിയിൽ ഞാനും ആവശ്യമുള്ള ആളാണ്. നിങ്ങൾക്ക് നടന്നിട്ടൊരു കൂലിയില്ലേ? ആ കൂലി എനിക്കും വേണ്ടേ? കയറി 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 മോള് കയറി, ഞാൻ നടക്കട്ടെ. അവരിങ്ങനെ മോള് കയറി തങ്ങൾ നടത്തുമ്പോ ഒരു പ്രയാസം ഉണ്ടാകുമല്ലോ, വിഷമുണ്ടാകുമല്ലോ. ഈമാനികമായിട്ടും ബഹുമാനപരമായിട്ടും സ്വഹാബത്തിന്റെ മനസ്സ് സമ്മതിക്കാത്തോണ്ട് അവർ പറഞ്ഞു തങ്ങൾ കയറിക്കൂടി, ഞങ്ങൾ നടന്നോളാം, തങ്ങളെ ഊഴം കൂടി നടന്നോളാം. അത് പറ്റൂലെന്നോ. ഇങ്ങനൊക്കെ ക്ഷീണിച്ചു പോകുന്ന സ്വഹാബത്തിനോട് തങ്ങൾ പറഞ്ഞു നോമ്പ് മുറിക്കാൻ. അതേ സമയത്ത് നമ്മൾ ആലോചിക്കണം, ആ യുദ്ധത്തിലും ശേഷം നടന്ന യുദ്ധങ്ങളിലൊക്കെ നിസ്കരിക്കാനാണ് അള്ളാഹുവിന്റെ കൽപ്പന. എങ്ങനെ? സൂറത്തു നിസായിൽ ആയത്തിറക്കി ജമാഅത്തായി നിസ്കരിക്കണം. ആലോചിച്ച് നോക്കണം. അപ്പുറത്ത് ശത്രുക്കൾ സായുധരായി നിൽക്കുമ്പോ ഇപ്പുറത്ത് എങ്ങനെ നിസ്കരിക്കണം? ജമാഅത്തായി നിസ്കരിക്കണം. ആ ആയത്തിങ്ങനെ ഓതുമ്പോ നമ്മൾ പലപ്പോഴും ചിന്തിച്ചിട്ട് നിസ്കാരത്തിനൊരു വിട്ടുവീഴ്ച അല്ല തരുമായിരുന്നെങ്കിൽ എവിടെ തരും? യുദ്ധത്തിൽ തരുമായിരുന്നു. ഞാൻ അത്രയും സങ്കീർണതയുള്ള നേരല്ലേ. പക്ഷെ അവിടെ പോയും അല്ലാഹു തആല പറഞ്ഞു നിസ്കരിക്കണം. എങ്ങനെ നിസ്കരിച്ചാൽ പോലെ ജമാഅത്തായി നിസ്കരിക്കണം. ഒരു കൂട്ടം ആൾക്കാർ തങ്ങളോടൊപ്പം നിസ്കരിക്കുമ്പോ മറ്റേ കൂട്ടം ആൾക്കാർ കാവൽ നിൽക്കണം. 2 റക്അത്ത് തങ്ങൾ നിസ്കരിച്ച് അത്തഹിയാത്തിൽ ഇരിക്കണം. അപ്പൊ കൂടുതൽ ആൾക്കാർ 2 റക്അത്ത് നിസ്കരിച്ച് സലാം വീട്ടിട്ട് അവർ പോകണം. അവിടെ നിൽക്കുന്ന ആൾക്കാർ ഇവിടെ വന്ന് ഈ 2 റക്അത്തിൽ സംബന്ധിക്കണം. അവർ വീണ്ടും 2 റക്അത്ത് നിസ്കരിക്കുമ്പോൾ തങ്ങൾ കാത്തു നിൽക്കണം അത്തഹിയാത്തിൽ. അവർ അത്തഹിയാത്തിൽ എത്തുമ്പോൾ ഒരുമിച്ച് സലാം വീട്ടണം. 3 സ്ഥലത്ത് 3 ശൈലിയിലാണ് നിസ്കരിച്ചത്. എന്നാലും നിസ്കരിക്കണം എന്ന് തന്നെയാണ് അല്ലാഹു തആലയുടെ കൽപ്പന. നോമ്പ് അങ്ങനെയല്ല. നോമ്പ് വിട്ടീ ചെയ്ത് കൊടുത്തില്ലേ? നോമ്പ് മുറിക്കാൻ പറഞ്ഞില്ലേ?
നിസ്കാരം അങ്ങനല്ല, മാറ്റുണ്ട്. നിസ്കാരത്തിൽ കുറച്ച് കർശനമാണ്. ഈ ദിക്റുല്ലാഹിയെ പറ്റി നിസ്കാരം എന്ന് മാത്രം തഫ്സീർ എഴുതിയ കുറെ മഹാന്മാരുണ്ട്. ലാ തുൽഹിക്കും അംവാലുക്കും വലാ ഔലാദുക്കും അൻ ദിക്രില്ലാഹ്. എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഉമ്മമാരെ, മക്കളെ ശുശ്രൂഷിച്ചിട്ട് പോറ്റി വളർത്തിയിട്ട് മുല കൊടുത്തിട്ട് അവരെ പരിചരിച്ചിട്ട് കുളിപ്പിക്കാൻ നിന്നിട്ട് കൈകാൻ നിന്നിട്ട് നിസ്കാരം മാറിപ്പോകരുത്. കുട്ടികളെങ്ങനെ പരിചരിച്ചിട്ട് അസ്റുവാൻ കൊടുത്തു എന്ന് പറഞ്ഞു പോകരുത്. കുട്ടികൾ എത്ര അള്ളാഹു ചെറിയ മക്കളെ തന്നാലും പോറ്റി വളർത്തുന്നതിന് നിങ്ങൾക്ക് വലിയ പ്രതിഫലം അള്ളാഹു തരുന്നുണ്ട്. 2 വർഷക്കാലം നിങ്ങൾ ആ പോറ്റി വളർത്തുന്ന പ്രതിഫലം മുഴുവനായും ഭർത്താവിന് കിട്ടൂല. വിഷമിക്കുന്ന കൊണ്ട് കിട്ടൂല തന്നെ. അങ്ങനെ നിങ്ങൾ നമുക്ക് മുല കൊടുക്കാൻ കഴിയും? ഇതാ പീച്ച് വയ്ക്കുന്നത്. നമുക്ക് അവര് പോറ്റും പോലെ പോറ്റി വളർത്താൻ കഴിയും. അവര് രാത്രി എണീറ്റ് അങ്ങനെ അവരാ ഉറക്കത്തിൽ കുട്ടി കരയുമ്പോ ശുശ്രൂഷിക്കുമ്പോ നമ്മളൊന്നും തള്ളിയിട്ട് അതിനെ നിർത്താന്നറിയില്ല. ആ 2 വർഷക്കാലത്തുള്ള ആ ശുശ്രൂഷക്ക് പ്രത്യേകം സഹോദരിമാർക്ക് അള്ളാഹു പ്രതിഫലം തരുന്നുണ്ട്. പക്ഷേ ആ പരിചരണത്തിൽ ഒരിക്കൽ പോലും ഞാൻ നിന്റെ കുട്ടിയെ ശുശ്രൂഷിച്ചിട്ട് എന്റെ ളുഹ്റങ്ങ് പോയി എന്ന് പറയരുത്, എന്റെ അസ്ർ നഷ്ടപ്പെട്ടു എന്ന് പറയരുത്, എന്റെ സുബ്ഹി പോയി എന്ന് പറയരുത്. വലാ ഔലാദുക്കും അൻ ദിക്രില്ലാഹ്. നിങ്ങളെ മക്കളും നിങ്ങളെ സന്താനങ്ങളും അള്ളാഹുവിന്റെ ദിക്റിൽ നിന്ന് നിങ്ങളെ മാറ്റിപ്പോകരുത്, ശ്രദ്ധ മാറ്റിപ്പോകരുത്. ലാ തുൽഹിക്കും അംവാലുക്കും. നിങ്ങളെ സമ്പത്ത്, ആ സമ്പത്ത് വളർത്തുന്നതും പെരുപ്പിക്കുന്നതും അതിന്റെ പുരോഗതിയും അതിന്റെ വളർച്ചയും ഒക്കെ കണ്ട് അള്ളാഹുവിന്റെ ദിക്റിൽ നിന്ന് മാറിപ്പോകാൻ പാടില്ല. ലാ തുൽഹിക്കും അംവാലുക്കും വലാ ഔലാദുക്കും അൻ ദിക്രില്ലാഹ്. ചില മഹാന്മാർ ഇവിടെ തഫ്സീർ പറഞ്ഞപ്പോ അവര് പറഞ്ഞു, അതേ ലാ യുശ്ഗിലുക്കും അംവാലുക്കും വലാ ഔലാദുക്കും. നിങ്ങളെ സമ്പത്തും നിങ്ങളെ സന്താനങ്ങളും നിങ്ങൾക്ക് തടസ്സമാകരുത്. അൻ അദാഇൽ ഫറാഇദി. ഫർളുകൾ നിർവഹിക്കുന്നതിന് തടസ്സമാകരുത്. ഫീ അവ്വലി മവാഖീതിഹാ. ആദ്യത്തെ ടൈമിൽ തന്നെ. നോക്ക്, അതെ നമ്മൾ ആലോചിച്ചുമ്പോഴേ, മുമ്പ് സൗദിയിലൊക്കെ പോയി സൗദിന്റെ വിവിധ ഭാഗങ്ങളിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ പറഞ്ഞിരുന്ന സന്തോഷം ഇപ്പൊ നഷ്ടപ്പെട്ടു പോയിട്ടോ, നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കണം. എന്ത് വാങ്ങങ്ങ് കൊടുക്കുമ്പോഴേക്ക് ഷട്ടർ താഴ്ത്തു, അല്ലേ? അത് വല്ലാത്തൊരു സന്തോഷമുള്ള അവസ്ഥയാണ്. അതാരാണ് അങ്ങനെ കൊണ്ടുവന്നതെന്നറിയോ? മദീന മാർക്കറ്റിൽ ജോലി ചെയ്യുന്ന സ്വഹാബ. അവരെ പറ്റിയാണ് അല്ലാഹു തആല ഖുർആനിൽ പ്രശംസിച്ചു പറഞ്ഞത്. റിജാലുൻ ലാ തുൽഹീഹിം തിജാറത്തുൻ വലാ ബൈഉൻ അൻ ദിക്രില്ലാഹി വ ഇഖാമിസ് സ്വലാത്തി വ ഈതാഇസ് സകാത്ത്. അവരാൺകുട്ടികളാണ്. അവർ പൗരുഷത്വം 100% തികഞ്ഞവരാണ്. ലാ തുൽഹീഹിം തിജാറത്തുൻ വലാ ബൈഉ. ഒരു കച്ചവടവും ഒരു ബിസിനസ്സും ഒരു ഏർപ്പാടും അവരെ മാറ്റുകയില്ല. അൻ ദിക്രില്ലാഹ്. അല്ലാഹുവിനെ ഓർക്കുന്ന ഒരു വിഷയത്തിലും മാറ്റൂല. മഹാന്മാര് പറഞ്ഞു, മാർക്കറ്റിലുള്ള ആൾക്കാരെ പറ്റിയാണ് ഈ ആയത്തിറങ്ങിയത്. എന്തേ കാരണം? വാങ്ങ് കൊടുത്താൽ ഒരു കടക്കാരൻ മറ്റേ കടക്കാരനോട് പറയും അസ്വലാ 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 അസ്വലാ. ഇയാളിങ്ങനെ കടടക്കുമ്പോ അസ്വലാ, മറ്റാളും കടടക്കും അസ്വലാ അസ്വലാ. ഓരോരുത്തരും അങ്ങനെ അനൗൺസ്മെന്റ് ചെയ്യാണ്, വിളിച്ചു പറയാണ് പരസ്പരം. ആ വിളിച്ചു പറയുന്നത് കൊണ്ട് എല്ലാവരും കടയടച്ചു. എന്നിട്ട് ജമാഅത്തിന് എല്ലാവരും പള്ളിയിലെത്തി. അവര് വക്തിൽ ആദ്യ സമയത്ത് തന്നെ അവല് ജമാഅത്തിൽ തന്നെ പള്ളിയിൽ അവരെത്തി. നിസ്കാരം സംഘടിതമായി നടത്തുന്നതിനും ഒരു ഏർപ്പാടും ഒരു ബിസിനസ്സും അവർക്ക് തടസ്സമായിട്ടില്ല. നമ്മുടെ വീട്ടിന്റെ ഉള്ളിൽ തന്നെ നമ്മൾ താമസിക്കുമ്പോൾ വാങ്ക് കേട്ടാൽ സഹോദരങ്ങളെ, നമ്മൾ ഈമാനിന്റെ കുറവ് നോക്ക്. നിങ്ങൾ 5 മിനിറ്റ് നടന്നാൽ എത്തുന്ന ദൂരത്ത് പള്ളിയുണ്ട്. നമ്മൾ ശ്രദ്ധിക്കുന്നത് എന്താണ്? പള്ളിയിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച ഞാൻ പോയില്ലേ, ഇപ്പത്തെ ളുഹ്റിന്റെ വാങ്കിന് നിസ്കരിക്കാൻ അവിടെ ഇമാമുണ്ടാകും, പിന്നെ മുഅദ്ദിൻ ഉസ്താദ് ഏതായാലും ഉണ്ടാകും. അപ്പൊ രണ്ടുപേരും ജമാഅത്തങ്ങ് നടക്കും. ജമാഅത്ത് നടന്നില്ല എന്നുള്ള വിഷയത്തിൽ അല്ലാഹ് എന്നെ ചോദ്യം ചെയ്യൂല. കഴിഞ്ഞില്ലേ? നമ്മൾ ഉഷാറല്ലേ? നമ്മൾ ഏതാ ആൾക്കാർ? കരുതി ഇങ്ങനെ ഇരിക്കല്ലേ? നേരെ വീട്ടിന്റെ തൊട്ടടുത്ത് തന്നെ പള്ളി ഉണ്ടെങ്കിൽ അതിന്റെ പരിസരത്തുള്ള 40 വീട്ടുകാര് അവരെവിടെ നിസ്കരിക്കേണ്ടിന്ന പള്ളി നിസ്കരിക്കണ്ട. അല്ലാത്തൊരു പള്ളി എന്നല്ല കേട്ടോ, അല്ലാത്തൊരു അപ്പുറത്തുള്ള പള്ളി കൂടെ. അങ്ങനെ കൂട്ടി നോക്കുമ്പോ എല്ലാവർക്കും പള്ളിയിലെത്തേണ്ടി വരും. ചില നാട്ടിലൊക്കെ പോയാൽ ഇവിടെ എങ്ങനെ ദീനിന്റെ പ്രവർത്തനം ഇവിടെ നല്ല സജീവമാണ്. എന്താ നിങ്ങൾ സജീവാന്ന് പറഞ്ഞതിന്റെ അർത്ഥം? ഇവിടെ മഗ്‌രിബിനൊക്കെ ഇഷ്ടംപോലെ ആള് ജമാഅത്തിലുണ്ടാവില്ല. സുബൈക്ക് ഞങ്ങൾ 5 ആളുണ്ടാവും. ആരാ 5 ആള്? 5 ആള് പിന്നെ എന്നും സുബൈക്ക് വരുന്ന ഒരു പഴയ ഒരു ആചാര്യ ഇവിടെ ഉണ്ട്. മൂപ്പര് എന്നും വരും. മൂപ്പര് ഞങ്ങളില്ലെങ്കിലും നിസ്കരിക്കാൻ ഇവിടെ വരും. പിന്നെ അതൊരു തൊട്ട അയൽവാസിന് മൂപ്പരുണ്ടാവും. പിന്നെ മുഅദ്ദിൻ ഉസ്താദ് ഉണ്ടാവും, സദർ ഉസ്താദ് ഉണ്ടാവും, ഇമാം ഉസ്താദ് ഉണ്ടാവും. 5. നമ്മൾ ആലോചിക്കണം, നമ്മൾ എത്ര സുഖത്തിലാ കഴിയുന്നത്. എന്താണ് സ്വഹാബത്ത് കച്ചവടം നിർത്തിയിട്ട് ഇങ്ങനെ പോകാൻ കാരണം?
അവിടെ തന്നെ അള്ളാഹു പറഞ്ഞു യഖാഫൂന യൗമൻ തതഖല്ലബു ഫീഹിൽ ഖുലൂബു വൽ അബ്സാർ. കച്ചവടം സ്റ്റോപ്പ് ചെയ്തവർ പള്ളിയിൽ പോകാൻ കാരണം ഒരു ദിവസം അവർ പേടിക്കുന്നു. ആ ദിവസത്തിൽ കൽബും കണ്ണും മേൽപോട്ട് മറിയുന്ന ദിവസമാണ്. ദുനിയാവിൽ അങ്ങനത്തെ ഒരു ദിവസം നമുക്ക് വന്നിട്ടില്ല. മരണാനന്തര ജീവിതത്തിൽ ഖബറിൽ നിന്ന് എണീറ്റ് മഹ്ശറിലെത്തുമ്പോ എല്ലാവരെ കണ്ണും മേൽപോട്ടാണ്, മനസ്സ് മുഴുവനും ബേജാറിലാണ്. പരസ്പരം ആളുകളെ മുഖത്തേക്ക് നോക്കാൻ അവിടെ തോന്നൂലല്ലോ. ഒരാളും ഒരാളെ പരിചയത്തേക്ക് നോക്കുകയില്ല, പരിചയക്കാരനെ തിരയുകയില്ല, എല്ലാരും ബേജാറിലാണ്. അങ്ങനത്തെ ഒരു ദിവസത്തെ പേടിച്ചുകൊണ്ട് സ്വഹാബത്ത് ബിസിനസ് എത്ര വന്നാലും കച്ചവടം എത്ര കൂടിയാലും അള്ളാഹുവിന്റെ ദിക്റിൽ നിന്ന് അള്ളാഹുവിന്റെ ഖിദ്മത്തിൽ നിന്ന് അവരെ ശ്രദ്ധ മാറ്റൂല. നിങ്ങൾ നോക്ക്, അവ്വല് വക്തിൽ ഫർള് നിസ്കരിക്കുന്നതിന് തടസ്സമാകരുത്. എന്ത്? സമ്പത്തും സന്താനങ്ങളും എന്നീ ആയത്തിന് സഹൽ റളിയല്ലാഹു അൻഹുവിന്റെ തഫ്സീറാണ്. ലാ യുശ്ഗിലുക്കും അംവാലുക്കും വലാ ഔലാദുക്കും അൻ അദാഇൽ ഫറായിദി. സൗദിയിലൊക്കെ ആ സന്തോഷം ഉണ്ടായിരുന്നു. ഇപ്പോഴെങ്ങനെയെന്നറിയാം, ഇപ്പൊ ആണെങ്കിൽ തോന്നുന്നവർക്ക് പോയി നിസ്കരിക്കുന്നില്ലെങ്കിൽ കുഴപ്പമില്ല എന്നുള്ളതാണ്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഇതാണ് അവസ്ഥ വന്നത്. അതങ്ങനെ വരാനുള്ള കാരണം എന്താ? നിങ്ങള് നമ്മളിവിടുന്ന് പോയ കുറച്ച് ആൾക്കാർ അങ്ങനെ ആ ഒരു നിയമം വരാനുള്ള കാരണക്കാരാകാൻ സാധ്യത ഉണ്ട്. എല്ലാവരും ഇല്ലട്ടോ. കാരണം അവർക്ക് മുത്തവന്മാരെ കണ്ടാ ദേഷ്യമാണ്. മുത്തവന്മാരിങ്ങനെ സ്വലാ സ്വലാ എന്ന് പറയുമ്പോ തന്നെ ദേഷ്യമാണ്. എന്തെങ്കിലും 50 ഉറുപ്പിന്റെ കച്ചവടം കിട്ടുമ്പോത്തിന് ചങ്ങായി വന്ന് സ്വലാ സ്വലാ ഷട്ടർ വിട്ടാൻ പോകും. അപ്പൊ അങ്ങനെ എല്ലാവർക്കും ദേഷ്യമായപ്പോ എല്ലാവർക്കും നിയമവും കാര്യങ്ങളൊക്കെ മാറി, കുറെ എണ്ണങ്ങൾ കൂട്ടി പോരേണ്ടി വന്നു, കർശനമായി മാറി, അവിടുത്തെ ഇസ്ലാമിന്റെ അന്തരീക്ഷം മാറി, ഒക്കെ മാറി. മറ്റേത് എന്ത് സുഖം ഉണ്ടായിരുന്നു. എന്താ നിങ്ങൾ അവിടെ പോയിട്ട് 10 കൊല്ലം എനിക്കൊരു ജമാഅത്തും പോയിട്ടില്ല എന്നൊരാൾ പറയുകയാണെങ്കിൽ നാട്ടിൽ മൂപ്പർ നിൽക്കുന്നതിനേക്കാളും വലിയ മഹാനായി തീർന്നു. ഒരൊറ്റ ജമാഅത്ത് എനിക്ക് പോയില്ല ഉസ്താദേ. അൽഹംദുലില്ലാ, എത്ര വലിയ സന്തോഷമാണ് ആ വാക്ക്. 10 കൊല്ലം ഞാൻ അവിടെ ജോലി ചെയ്തു, ശമ്പളമൊക്കെ കുറച്ചേ ഉള്ളൂ, ഉംറക്കൊക്കെ ആഴ്ചയിലൊക്കെ ഇങ്ങനെ പോകും, ഹജ്ജൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിനേക്കാളും എനിക്കുള്ള ലാഭം എന്താ? നിങ്ങൾ ഒരു ജമാഅത്ത് എനിക്ക് പോയില്ല. അങ്ങനെ പറയുന്ന എത്ര ആൾക്കാരുണ്ടായിരുന്നു. എന്താ അങ്ങനെ പറയാൻ അവരെ പ്രേരിപ്പിച്ച കാര്യം? ഈ അനൗൺസ്മെന്റ് ആയിരുന്നു, സ്വലാ സ്വലാ എന്നുള്ള അനൗൺസ്മെന്റ്. അവല് വക്തിൽ തന്നെ നിർവഹിക്കാൻ എത്തുന്നവരാണ് കടയടച്ച് പള്ളിയിലെത്തുന്നവരാണ് മഹാന്മാര്. ലോകത്തെ ഏറ്റവും നമ്പർ 1 വലിയ ആരാന്നറിയോ? സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ആ കൂട്ടത്തിൽപ്പെട്ടൊരു മഹാനാണ്. കച്ചവടം ചെയ്തു ഉപജീവന മാർഗം നടത്തി മദീനയിലെത്തിയപ്പോ മഹാനവറുകൾ ഖലീഫയായി തെരഞ്ഞെടുത്തപ്പോ ജനങ്ങളെ കാര്യം ഏറ്റെടുത്തില്ലേ? കച്ചവടത്തിന്റെ വകുപ്പ് അവിടെ നിർത്തി. അതിനു മുമ്പ് കച്ചവടം ചെയ്യുമ്പോ വാങ്കിന്റെ 1ാമത്തെ കലിമ കേൾക്കുമ്പോഴേക്ക് കടയടച്ചുപോയി. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ഇനി എനിക്ക് തരാനുള്ളതൊക്കെ പടച്ചോൻ തരും, ഞാൻ നിസ്കരിക്കാനാ പോകണം, ഒന്നും കുറയില്ല. നമ്മൾ അവിടെ അങ്ങോട്ട് പിടിച്ചിരുത്തും. ടൈം ഇനി എത്ര ഉണ്ട് അല്ലേ? കൂലിപ്പണിക്കൊക്കെ പോകുന്ന ആൾക്കാരോട് പഴയ കാലത്ത് നമ്മളെ നാട്ടിൽ മുസ്ലിങ്ങളെക്കാളും വലിയ ബഹുമാനായിരുന്നു നമ്മളെ നാട്ടിൽ ഹൈന്ദവർക്കും ക്രൈസ്തവർക്കും. അവരെ തോട്ടങ്ങളിലൊക്കെ പോയി പണിയെടുക്കുമ്പോൾ എന്താ കാരണം? നിസ്കാരത്തിന്റെ ടൈമായി കഴിഞ്ഞാൽ അന്നത്തെ മാപ്പിളമാര്, മാപ്പിള അസ്ലുഹു മഹാപ്പിള്ള, വലിയ ബഹുമാനമുള്ള ആളെന്നാണ്. ആ ബഹുമാനമുള്ള ആൾ അന്ന് ചോദിക്കും, അവിടെയുള്ള ആളാരാ? വലിയൊരു നായരാണ്, വലിയൊരു നമ്പൂരിയാണ്. എന്ത് ചോദിക്കും? എനിക്കൊന്ന് നിസ്കരിക്കണം. അത് അവിടെ പൈപ്പുണ്ട്, അവിടെ നിന്ന് ഒതുർത്തോളി, എന്നിട്ട് ഇവിടെ നിസ്കരിച്ചു സിറ്റ് ഔട്ടിൽ പായ വിരിച്ച് നിസ്കരിക്കും. ഈ മനുഷ്യനോട് വലിയ ബഹുമാനാണ് അവർക്ക്, വലിയ സ്നേഹമായിരുന്നവർക്ക്, വലിയ ബഹുമാനമായിരുന്നവർക്ക്. അദ്ദേഹം അവരെ തോട്ടത്തിൽ പണിയെടുക്കുമ്പോ നല്ല ബഹുമാനത്തോടെ, ഒരു പറ്റിക്കലൂല, ഒരു കൂലി കൊടുക്കാതിരിക്കലൂല, നാളെ തരട്ടോ എന്ന് പറയില്ല, ഇന്നെടുത്തിന് ഇന്ന് തന്നെ തരും. കാരണം എന്താ? ആള് നല്ലൊരു മനുഷ്യനാണ്. ഈ നല്ല മനുഷ്യനാന്ന് അവർക്ക് എങ്ങനെ മനസ്സിലായി? വാങ്ങണ്ട് കൊടുത്തപ്പോ നിസ്കാരത്തിലേക്ക് നിന്നു. അതുകൊണ്ടല്ലേ നിങ്ങൾ നോക്ക്, ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമർ ബിൻ ഖത്താബ് അങ്ങനെ പാരമ്പര്യമുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു ചർച്ചക്ക് പോയി ഫലസ്തീനിൽ. ആരാ പ്രശ്നക്കാരെന്നറിയങ്ങള്? അവിടെ ക്രൈസ്തവരും മുസ്ലിങ്ങളും തമ്മിൽ പ്രശ്നമാണ് രൂക്ഷമായി. അന്ന് ഉമർ റളിയല്ലാഹു അൻഹു ഭരിക്കുന്ന കാലാണ്. അപ്പൊ ക്രിസ്ത്യാനികളും മറ്റൊക്കെ പറഞ്ഞു, ഖലീഫ വന്നാൽ ഉപാധികൾ വെച്ച് നമ്മൾ അംഗീകരിക്കാന്ന് പറഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹു മദീനത്ത് നിന്ന് ഫലസ്തീനിലേക്ക് പോയി. ഫലസ്തീനിൽ ബെത്ലഹേമിന്റെ മുകളിൽ ഒരു ചർച്ച് ഉണ്ട്. ഇന്നും ആ ചർച്ച അവിടെ ഉണ്ട്. ആ ചർച്ചിൽ വെച്ചാണ് ഈ രജ്ഞിപ്പിന്റെ യോഗം നടക്കുന്ന ചർച്ച നടക്കുന്നത്. ആ ചർച്ച ഇങ്ങനെ നടന്ന് ഏകദേശം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പരിഹാരം പറഞ്ഞിങ്ങനെ തീർക്കാനായ സമയത്ത് ളുഹ്ർ വാങ്കണ് മുഴങ്ങി. മസ്ജിദുൽ അഖ്സയെ കുറച്ചുകൂടി പോകണം, ബെത്ലഹേമിൽ നിന്ന് കുറച്ചങ്ങോട്ട് പോകണം. നടന്നു പോകുകയാണെങ്കിൽ കുറച്ച് നേരം പിടിക്കും. അപ്പോഴത്തേനും ജമാഅത്തോ കഴിയും.
ളുഹ്ർ വാങ്ക് വിളിച്ചപ്പോ ഉമർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ നോക്കാൻ തുടങ്ങി. എന്താ നോക്കണ്? നിസ്കരിക്കണല്ലോ. വാങ്ക് അങ്ങോട്ട് വന്നപ്പോഴേ നിസ്കരിക്കണം. അപ്പൊ ആ ചർച്ചിലെ ഫാദർ പറഞ്ഞു ഖലീഫിനോട്, ഇവിടെ നിസ്കരിക്കാം, സൗകര്യപ്പെടുത്തി തരാം. ഉമർ റളിയല്ലാഹു അൻഹു വേണ്ട, നിങ്ങൾ നോക്കി ഇവിടെ നിസ്കരിക്കാം എന്ന ഫാദർ ഉമർ റളിയല്ലാഹു അൻഹുവോട് പറയാൻ കാരണം എന്താ? അവർക്കറിയാം ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ ഖലീഫയുടെ ബാക്കിയുള്ള സംസാരത്തിനൊന്നും കിട്ടൂല, നിസ്കാരം കഴിഞ്ഞിട്ടേ ബാക്കിയൊക്കെ ഉള്ളൂ. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ ഇവിടെ വെച്ച് നിസ്കരിക്കുന്നില്ല. എന്നാ പിന്നെ ഇതിന്റെ പുറത്തുണ്ടൊരു കോമ്പൗണ്ട്, അവിടെ വെച്ച് നിസ്കരിക്കാൻ വേണ്ട. ജനങ്ങൾ വിശ്രമിക്കുന്ന ഒരു സ്ഥലമുണ്ട് അപ്പുറത്തും വേണ്ട. ഞാൻ ഇതിന്റെ അപ്പുറത്തൊരു പൊതുസ്ഥലമുണ്ട്, ഞാൻ അവിടെ വെച്ച് നിസ്കരിക്കാം. ഉമർ റളിയല്ലാഹു അൻഹു നിസ്കരിച്ച ആ സ്ഥലത്ത് ഇന്നൊരു പള്ളിയുണ്ട്. ആ പള്ളിക്ക് മസ്ജിദുൽ ഫാറൂഖ് എന്നാണ് പേര്. അവിടെയാണ് ഉമർ റളിയല്ലാഹു അൻഹു പൊതുസ്ഥലത്താണ് നിസ്കരിച്ചത്. ഉമർ റളിയല്ലാഹു അൻഹു കാരണം പറഞ്ഞത്, ഞാൻ ഇവിടെ ഒരു പ്രശ്നം പരിഹരിക്കാനാ വന്നത്. ഞാനെങ്ങാനും ഇവിടെ വെച്ചോ ഇതിന്റെ മുറ്റത്തോ വെച്ച് നിസ്കരിച്ചാൽ വർഷങ്ങൾ കഴിഞ്ഞ് ഏതെങ്കിലും ആളുകൾ പിന്നെയും പ്രശ്നമായിട്ട് വരും. ഞങ്ങളെ ഖലീഫ നിസ്കരിച്ച സ്ഥലമാണ്, ഞങ്ങൾക്ക് വേണം. ഇപ്പൊ ഒരു പ്രശ്നം പരിഹരിക്കാനാ ഞാൻ വന്നത്, അതുകൊണ്ട് എന്നെ കൊണ്ടിനൊരു പ്രശ്നം ഉണ്ടാകരുത്. പക്ഷേ എന്റെ വിഷയം അവിടെയല്ല. നിസ്കാരത്തിന്റെ സമയമായപ്പോഴേക്ക് ആ ക്രിസ്ത്യാനികളുടെ നേതാവായ ഫാദർ ബഹുമാനത്തോടെ ചോദിച്ചില്ലേ, ഇവിടെ നിസ്കരിക്കണമെങ്കിൽ നിസ്കരിക്കാം. ആ ഒരു ബഹുമാനം സഹോദരങ്ങളെ നമുക്ക് ജനങ്ങൾ തന്നിരുന്നു. പിന്നെ നമ്മെ ആർക്കും വേണ്ട, നമ്മ എന്തും ചെയ്യാം, നമ്മ ഒരു വിലയില്ല, ഒരഞ്ച് കാശിന്റെ വിലയില്ലാത്തവരായി മാറി. ഒരൊറ്റ അമലിൽ നമ്മൾ വീക്ക്നെസ് വരുത്തിയപ്പോൾ, അതാണ് നിസ്കാരം. നിസ്കാരത്തിൽ നമ്മൾ കുറവ് വരുത്തിയപ്പോൾ നമ്മളെ പരിഗണിക്കണ്ടെന്ന് എല്ലാവർക്കും ഒറ്റക്കെട്ടായി മനസ്സിലായി. ചവച്ചു തുപ്പാമെന്ന് മനസ്സിലായി, ഒന്നിനും പറ്റാത്തവരാണെന്ന് മനസ്സിലായി. കാരണം ഈ ഉമ്മത്തില് അവസാനം ബാക്കി നിൽക്കുന്നൊരു വിഷയമുണ്ടെങ്കിൽ അത് നിസ്കാരമാണെന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതും ഇല്ലെങ്കിൽ ഇനി എന്താ ഉണ്ടാകുക? അതുമില്ലെങ്കിൽ സഹോദരങ്ങളെ എന്താണ് ഉണ്ടാവുക? അതുകൊണ്ട് സമ്പത്ത് സംഭരിക്കുന്നിടത്ത് നിസ്കാരം പോയി പോകരുത്, പഠിക്കുന്നിടത്ത് നിസ്കാരം പോയി പോകരുത്. സമ്പത്ത് നമ്മൾ ജോലിക്ക് പോകുമ്പോ, സമ്പത്ത് വാങ്ങാൻ വേണ്ടി പോകുമ്പോ, ഉണ്ടാക്കാൻ വേണ്ടി പോകുമ്പോ ഒരൊറ്റ വക്ത് നിസ്കാരവും പോയി പോകരുത്. കേട്ടിട്ടില്ലേ നിങ്ങൾ ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു മദീന പള്ളിയിലേക്ക് അസ്ർ നിസ്കാരത്തിന് പോവുകയാണ്. ജമാഅത്ത് നിസ്കരിക്കാൻ വേണ്ടി പോവുകയാണ്. പോകുന്ന വഴിയിലാണ് തോട്ടം. തോട്ടത്തിൽ ഒന്ന് കയറി, ഒന്ന് നോക്കാൻ വേണ്ടി കയറിയതാണ്. ഒന്ന് കയറി ഇറങ്ങുമ്പോഴേക്ക് മദീന പള്ളിയിലെ നിസ്കാരം കഴിഞ്ഞു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ കാലമാണ് നിസ്കാരം കഴിഞ്ഞു. നിസ്കാരം ജമാഅത്ത് അവ്വൽ ജമാഅത്താണ് കഴിഞ്ഞത്, അവ്വൽ വക്തൊന്നും കഴിഞ്ഞിട്ടില്ല. നമ്മളെ നാട്ടിലാണ് അവ്വൽ വക്തോ കഴിഞ്ഞു നോക്കുക. കാരണം നമ്മളെ നാട്ടിൽ വെറുതെ ഒരു 20 മിനിറ്റ് വരാത്ത ആൾക്കാരും കാത്തിങ്ങനെ 20 മിനിറ്റ് വെച്ചിട്ടുണ്ട്. അതൊക്കെ നമുക്ക് ആഖിറത്തിൽ ഹിസാബാട്ടോ. നമ്മൾ അല്ലാഹ് ചോദ്യം ചെയ്യട്ടോ, ശരിക്കും ചോദ്യം ചെയ്യും. ഓരോ പള്ളിയിലും സുബഹിക്ക് 25 മിനിറ്റ് ആരെ കാത്തു വെച്ചതാ? ഈ വരാത്ത ആൾക്കാർ കാത്തോ? വരുന്ന ആൾക്കാർക്കാണെങ്കിൽ ആകെ 5 മിനിറ്റ് മതിയല്ലോ. ഓലി കാമത്തെടുക്കുമ്പോഴുണ്ടാവും 5 മിനിറ്റ് നേരത്തെ വന്ന ആൾക്കാർ അപ്പോഴും ഉണ്ടാവില്ലേ? പിന്നെ 25 മിനിറ്റ് നമുക്കൊക്കെ ചോദ്യചിഹ്നമാണ്. ആ ബോർഡ് നോക്കിയിട്ടില്ലേ എന്ന് അള്ളാഹു ചോദിക്കും. വീട്ടിന് വാഹനം ഉണ്ടായിരുന്നില്ലേ? ചക്ര ഉരുളുന്ന വാഹനല്ലേ? വീട്ടിലെ മെമ്പർമാർക്കൊക്കെ ഓടിക്കാൻ അറിയില്ലേ? നിങ്ങൾക്ക് ഓട്ടാൻ നിങ്ങളെ പെണ്ണുങ്ങൾക്ക് വരെ അറിയില്ലേ? ഇന്നത്തെ കാലത്തെ പറ്റി അന്ന് ചോദിക്കും. അങ്ങനല്ലേ? എല്ലാവരും സർവ്വകലാ വല്ലഭന്മാരല്ലേ? അപ്പൊ ഇനി ഒരു ആണിന് ഓട്ടാൻ അറിയില്ല എന്നൊക്കെ, അവന് പെണ്ണിന് ഓട്ടാൻ അറിയും. പെണ്ണിനോട് എന്നെ പള്ളിയെ കൊണ്ടായിക്കൊണ്ടാന്ന് പറയണം. ഭാര്യക്ക് കാറോട്ടിക്കാൻ അറിയും. ഭാര്യ കാറോട്ടി ഇയാളെ പള്ളി കൊണ്ടായിക്കോട്ടെ, നിസ്കരിക്കാൻ ജമാഅത്തിന്. അതുവരെ അറിയില്ലേ? അല്ലാഹു തആല ചോദിക്കൂല. സൗകര്യങ്ങളല്ലേ, അനുഗ്രഹങ്ങളല്ലേ തന്നതൊക്കെ. 25 മിനിറ്റ് ആരും കാത്തു വെച്ചതാ? മദീന പള്ളിയിൽ അങ്ങനല്ല. സുന്നത്ത് നിസ്കാരം കഴിഞ്ഞാൽ ഇഖാമത്ത് കൊടുക്കും. എല്ലാ വക്തിനും അങ്ങനെ. സുബൈക്കും സുന്നത്ത് നിസ്കാരം കഴിഞ്ഞാൽ ഇഖാമത്ത് കൊടുക്കും. നമ്മളെ കാത്തല്ലേ 15 മിനിറ്റ് 25 മിനിറ്റ് വെച്ചത്? മദീന പള്ളിയിൽ അങ്ങനല്ല. സുന്നത്ത് നിസ്കാരം കഴിഞ്ഞാൽ ഇവിടുന്ന് നേരെ ബിലാൽ റളിയല്ലാഹു അൻഹു അങ്ങോട്ട് പോകും. റൂമിലെത്തി ഇഖാമത്ത് കൊടുക്കല്ലേ എന്ന് വെച്ചാൽ ഇഖാമത്ത് കൊടുക്കാന്ന് പറയും. നേരെ ഒന്ന് ഇഖാമത്ത് കൊടുക്കാം. അത്രേ ഉള്ളൂ. അപ്പൊ ആ ബാങ്ക് കൊടുക്കുമ്പോഴേക്ക് ജമാഅത്ത് നിസ്കാരം കഴിഞ്ഞ് ഇറങ്ങുമ്പോ ബാങ്ക് കൊടുത്താൽ ഒരു 5-6 മിനിറ്റ് അത്രയല്ലേ ഉള്ളൂ. ഉമർ റളിയല്ലാഹു അൻഹു തോട്ടത്തു നിന്ന് ഇറങ്ങിയപ്പോ ജമാഅത്ത് കഴിഞ്ഞ ആളുകൾ വരുന്നതാ കണ്ടത്. ഉമർ റളിയല്ലാഹു അൻഹു ആകെ പരിഭ്രമിച്ചു. മഹാനവറുകൾ ചിന്തിച്ചു, ഈ തോട്ടത്തിൽ കയറിയിട്ടല്ലേ ഇന്ന് എന്റെ ജമാഅത്ത് പോയത്, അതുകൊണ്ട് നാളെ പിറ്റേന്നും ഇങ്ങനെ സംഭവിക്കാലോ. ഈ തോട്ടം ഇന്ന് മുതൽ എന്റെ അക്കൗണ്ടിൽ വേണ്ട. ഹാദിഹി സ്വദഖത്തുൻ അലാ മസാക്കീനിൽ മദീന. ഇത് മദീനയിലെ മിസ്കീന്മാർക്ക് സംഭാവന. അവരെടുത്തോട്ടെ. ഈ തോട്ടത്തിൽ ഞാൻ കയറി നോക്കിയതുകൊണ്ടല്ലേ ജമാഅത്ത് പോയത്, അത് വേണ്ട. നിങ്ങൾ നോക്ക്, അവരൊരു ശ്രദ്ധ. നമ്മൾ ആ ശ്രദ്ധയിൽ നിന്ന് മാറി അശ്രദ്ധയിലേക്ക് പോകരുത്. അള്ളാഹുവിന്റെ ദിക്റിൽ നിന്ന്, സ്മരണയിൽ നിന്ന്, ഖിദ്മത്തിൽ നിന്ന്
ഭൗതികതയിലെ ഏതെങ്കിലും ഒരു സംഗതി നമ്മളെ തിരിച്ചുവിട്ടാൽ ഫഹുവ മിനൽ ഖാസിരീൻ, അവൻ പരാജിതരിൽപ്പെട്ടവനാണ്. ഒന്നുകൂടി പറയട്ടെ സഹോദരങ്ങളെ, സമ്പത്ത് അള്ളാഹുവിന്റെ ദിക്റിൽ നിന്ന് ശ്രദ്ധ മാറ്റിക്കരുത് എന്ന് പറയുമ്പോ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. ആ സമ്പത്ത് നമ്മൾ സമ്പാദിക്കുന്നതും ചെലവഴിക്കുന്നു രണ്ട് രൂപത്തിൽ നിന്നും അള്ളാഹുവിന്റെ ദിക്റിൽ നിന്ന് മാറ്റം വരാം. സമ്പത്ത് സമ്പാദിക്കുന്ന മേഖല ക്ലിയർ ആയിട്ടില്ലെങ്കിലും അള്ളാഹുവിന്റെ ദിക്റിൽ നിന്ന് മാറിപ്പോകും. ചെലവഴിക്കുന്ന മേഖല ക്ലിയർ ആയിട്ടില്ലെങ്കിലും ദിക്റിൽ നിന്ന് മാറിപ്പോകും. അങ്ങനെയാണ് മക്കളെ നമ്മൾ വളർത്തി റെഡിയാക്കി കൊണ്ടുവരുന്നത് നല്ല മേഖല ആയിട്ടില്ലെങ്കിൽ ആ മക്കൾ കാരണം നമ്മൾ വഴിതെറ്റിപ്പോണ്ടി വരും. അല്ലെങ്കിൽ ആ മക്കൾ പറയുന്നതിനനുസരിച്ച് നമ്മൾ ഒന്നുകൊണ്ടി വരും. അങ്ങനെയാണ്. പിന്നെ അവരെ മുഖത്ത് നോക്കി അവർ തിരിച്ചിങ്ങോട്ട് നോക്കും, നമ്മൾ അങ്ങോട്ട് നോക്കും, ഇങ്ങോട്ട് നോക്കും, അത്രേ ഉണ്ടാവുള്ളൂ. ശിക്ഷണം കൊടുക്കേണ്ട രീതിയിൽ ഇങ്ങനെ വളർത്തിക്കൊണ്ടുവന്നാൽ പിന്നെ ആ പ്രശ്നം ഉണ്ടാകൂല. 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി ബാപ്പാന്റെ കൂടെ നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ നിസ്കാരം കഴിഞ്ഞിട്ട് ആ കുട്ടിന്റെ മുഖത്തേക്ക് വാപ്പ നോക്കുമ്പോൾ കുട്ടി ഇങ്ങനെ മിണ്ടാതിരിക്കുകയാണ്. നിസ്കാരത്തിന് കഴിഞ്ഞിട്ടുള്ള ദിക്റൊന്നും പഠിച്ചിട്ടില്ലേ? മദ്രസയിലൊന്നും പഠിപ്പിച്ചിട്ടില്ലേ? ഉസ്താമാര് പഠിപ്പിക്കലേ പഠിച്ചിട്ടില്ലേ? അങ്ങനെ പഠിക്കാൻ ഉസ്താദ് പറഞ്ഞു, പക്ഷെ ഞാൻ ഒന്നും പഠിച്ചിട്ടില്ല. എന്നാ എന്റെ മോനെ എന്നാ അസ്രസ്കാരം കഴിഞ്ഞ് മാരിബാണിന് മുമ്പ് കാണാതെ പഠിച്ച് ചൊല്ലിത്തരണം. അങ്ങനെ ആരാ പറയല്? നമ്മക്കെന്താ പണി എന്നാരാ പറയല്? ഇപ്പൊ ഞാൻ വരുന്ന വൈക്ക് മാരി നിസ്കരിക്കാൻ പള്ളിയിൽ കയറി. അപ്പൊ ഒരു ബാപ്പിയും മോനുണ്ട് അടുത്തേക്ക് നിൽക്കുന്നു. നിസ്കാരം കഴിഞ്ഞപ്പോ ബാപ്പണ്ട് മോന്റെ മുഖത്ത് ഇങ്ങനെ നോക്കുന്നു. മോനും ഇങ്ങോട്ട് നോക്കി. കണ്ടിട്ടൊരു 10ാം ക്ലാസ് 12ാം ക്ലാസ്സുകാരനാണ്. കാരണം ഈ മോനൊന്നും ചെല്ലുന്നില്ല. ബാപ്പ ഇങ്ങനെ നോക്കിയപ്പോ മോനും നോക്കി ഇങ്ങനെ. ഞാൻ അടുത്തൊരു നോട്ടം ബാപ്പ തുറപ്പിച്ച് നോക്കിയാൽ മോനും നോക്കി ഇങ്ങനെ തുറപ്പിച്ചു. അത് പഠിപ്പിക്കേണ്ട സമയത്ത് നല്ല അതവോടെ അച്ചടക്കത്തോടെ അതവ് പഠിപ്പിക്കേണ്ട എല്ലാ മേഖലകളും കഴിവും കരുത്തും ഉപയോഗിച്ച് പഠിപ്പിക്കണം. അല്ലാതെ നിങ്ങളുടെ തലയിൽ ഇങ്ങനെ ഇറങ്ങിയിരുന്നില്ല. ശരിക്ക് പഠിപ്പിക്കണം. അല്ലെങ്കിൽ ആ മക്കൾ കാരണം നമ്മൾ വൈതെറ്റി പോകും. 5ാം ക്ലാസ്സിൽ നമ്മളൊപ്പം നിസ്കരിക്കുന്ന കുട്ടി നിക്കറില്ലെങ്കിൽ അന്ന് വാപ്പാര് പറയണം, ഇന്ന് വൈകുന്നേരം കാണാൻ പഠിച്ച് ചൊല്ലിത്തരണം. ആദ്യം നമ്മൾ ചൊല്ലാൻ പഠിച്ചണം, അത് വേറെ വിഷയം. ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക. നന്മ വളരട്ടെ, തിന്മക്കെതിരെ നമുക്കൊരുമിച്ച് നിൽക്കാം.